എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ഏറെ സന്തോഷത്തോടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കുണ്ടായ വലിയ അനുഭവങ്ങളിലേക്ക് വിളിച്ചെത്തി അല്ലെ. നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ കടന്നുപോയ കുറച്ച് ദിവസങ്ങൾ 2020 മെഡിറ്റേഷൻ ആയിക്കഴിഞ്ഞാലോ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ മൂൺ മെഡിറ്റേഷൻ ആയിക്കഴിഞ്ഞാലോ മിക്ക ആൾക്കാർക്കും നല്ല അനുഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അനുഭവങ്ങളും ഒക്കെ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ പലരും പറഞ്ഞു കേട്ട് മെഡിറ്റേഷൻ സമയത്ത് ചിലവർക്ക് നല്ല വൈബ്രേഷൻ, ചിലവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വാഭാവികമാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് നമ്മളെ അളക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ ലളിതമാണ്. ശരിക്കും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം എവിടേക്കാണ് നമുക്ക് ഈ സാധനം എത്താത്തതെന്ന്. അത് പറഞ്ഞ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലേ. ഞാൻ ശ്വാസം കഴിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്താ എവിടെ എത്താത്തതെന്ന് പറയുന്നത് വെച്ചാൽ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ശ്വാസം എല്ലാ ഭാഗത്തും കൃത്യമായി എത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആരോഗ്യവും മാനസികവും ശാരീരികവുമായ വിഷയങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാവും. ഞാനതിൽ പറയാൻ കൂടുതൽ ഗഹനമായി പറയാൻ ഞാൻ ആരും വലിയ എന്താ പറയാ അതിൽ ഗവേഷണം നടത്തിയ ഒരാളൊന്നുമല്ല. എന്നാലും സിമ്പിളായിട്ട് പറയാം, എനിക്കുണ്ടായ മാറ്റത്തെ എനിക്ക് പറയാൻ പറ്റും. ശ്വാസോച്ഛ്വാസം നന്നായി കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു അനുഭവത്തിൽ വിളിച്ചതാ പറയുന്നത്. ചിലപ്പോ നല്ല ഗുരുക്കന്മാരുണ്ടാവും അതിനെ പറ്റിയൊക്കെ പറയാനുണ്ട്. പ്രാണായാമയും അതൊക്കെ ചെയ്ത് നല്ല ശീലമുള്ള യോഗാചാര്യന്മാരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്താണത് കൃത്യമായി ലഭിക്കാത്ത ആൾക്കാർക്ക് ബ്ലോക്കേജുകൾ ഉണ്ടാവുന്നത്. ആ ബ്ലോക്കേജുകളാണ് പലപ്പോഴും നമ്മളെ നല്ല അനുഭവത്തിൽ നിന്നൊക്കെ പിടിച്ച് പിറകിലോട്ട് മാറ്റുന്നത് എന്നുള്ളതാണ് യഥാർത്ഥം. അതിപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നു. ഏതായാലും അതിന്റെ ഡെയിലി മെഡിറ്റേഷൻ ഉണ്ടാകുമ്പോഴും. പക്ഷെ എന്നെ ഇന്നലെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോട്ടെ, അത് പറയാതിരുന്നാൽ എനിക്ക് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ഞാൻ എപ്പോഴും സുതാര്യമാണ്, എന്റെ സംസാരങ്ങൾ എപ്പോഴും സുതാര്യമാണ്, മനസ്സിലുള്ളത് അങ്ങ് പറയുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ എന്നെ ഇന്നലെ മുതൽ പിടിച്ചുലച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ മെഡിറ്റേഷൻ എല്ലാം ഞാൻ പ്രൗഡായിട്ട് തന്നെ പറഞ്ഞു, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും എന്റെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ചിട്ടയിലാണ് അത് ചെയ്തു പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഗുണകരമായി മാറണം എന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം അതിന് ഫുൾ ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മാറ്റവും വരാത്ത ആൾക്കാരെ എന്താണ് ചെയ്യുക, എന്താണ് പറയുക? അങ്ങനെ ഒരു അനുഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. നല്ല മിനിഞ്ഞാന്നാണ് ഉണ്ടായത്. യെസ്, കഴിഞ്ഞ 10-15 ദിവസമായി നമ്മളൂടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാള്. അപ്പൊ സ്വാഭാവികമായും അത്ര ദിവസം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മാനസിക ശാരീരിക തലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പ്രകടമായി കാണണം. അങ്ങനെ കാണുന്നുണ്ട്, ഏകദേശം ആൾക്കാർക്കും അങ്ങനെ കാണുന്നുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. പക്ഷെ ഒരു ദിവസം മെഡിറ്റേഷൻ ഇല്ലാതായപ്പോഴേ മെഡിറ്റേഷൻ തന്ന ഗുരുവിനെ ചിത്ത വിളിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവരുടെ നിലവിലുള്ള മാനസികാവസ്ഥ, അതിനു മുമ്പുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള എന്നെ ഇരുത്തി ചിന്തിച്ചോ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്ന കാശ് തിരിച്ച് മേടിച്ചേ പറ്റുള്ളൂ. കാരണം അത് എന്നെ സംബന്ധിച്ച് അത് വളരെ ഇതുള്ളൊരു കാര്യമാണ്. 2020 മെഡിറ്റേഷൻ കിട്ടിയില്ല എന്ന് ഒരു പരാതിയും, നമ്മൾ 2020 മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ റെക്കോർഡിംഗ് കൊടുത്തു. പക്ഷെ അതൊന്നും അങ്ങനെയുള്ള റെക്കോർഡിംഗ് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്, അത് തന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയും. അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റുള്ള മെഡിറ്റേഷൻ ഒന്നും എഫക്റ്റ് ആവാതെ കാശിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി. മെഡിറ്റേഷൻ കാശിനൊന്നും ഉദ്ദേശിച്ചല്ല, മൊത്തത്തിൽ പരിപാടി അങ്ങനെയാണ് എന്നുള്ള വിശകലനമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് ആലോചിച്ചു, അത്തരം ആൾക്കാരെ കാശൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്, ഇല്ലാതെ ആർക്കും ഒന്നും ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റില്ല, അതിനൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ഈ 10 ദിവസം ചെയ്തിട്ടും 1% പോലും ചിലപ്പോൾ മാറിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതിനു മുമ്പത്തെ അവരവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ അലട്ടിയത്. അപ്പൊ അവർക്കുള്ള മറുപടിയാണ്, ചിലപ്പോൾ അതിനുശേഷം അവർക്ക് നാളെ യൂട്യൂബ് വീഡിയോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്, പെങ്ങളെ സന്തോഷപൂർവ്വം
നിങ്ങൾ ആ തന്ന കാശ് തിരിച്ചു വാങ്ങിക്കണം. എനിക്ക് അങ്ങോട്ട് തിരിച്ചയക്കാൻ ഗൂഗിൾ പേ അല്ലാത്തത് കൊണ്ട് തിരിച്ചയക്കാൻ പറ്റില്ല, അക്കൗണ്ട് പേ ആയതുകൊണ്ട് തിരിച്ചയക്കാൻ നിർവാഹമില്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് ആണ്. കാരണം അത്തരം എനർജികളെ കൊണ്ട് നടക്കാൻ യാതൊരു താല്പര്യമില്ല. അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം മാറണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മാറാനുള്ള വഴികൾ നമ്മളാണ് ഇവിടെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങളാണ് മാറേണ്ടത്. അപ്പോ ദയവ് ചെയ്ത് അത്തരം എനർജികൾ വേണ്ട. നിങ്ങൾ തന്ന ആ കാശ് തിരിച്ചു വാങ്ങിക്കണം. അത് 15-20 ദിവസം നിങ്ങൾ ചെയ്തോണ്ടൊന്നും ഒരു കുഴപ്പമില്ല, സന്തോഷം. ഇനിയുമുള്ള ഫ്രീ സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പേ ചെയ്ത് ദയവ് ചെയ്ത് വരരുത്. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, ചിലപ്പോൾ നിങ്ങൾ കുറെ കാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാതെ നന്നായി പോയാലോ, അത് വേണ്ട. നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അതിനുള്ള ഒരു നടപടി ഉണ്ടാക്കണം എന്നുള്ള ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം വാട്സപ്പിൽ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞത്. ഇത് മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്. ദിനേശ് മുങ്ങത്തെ ക്ലാസ് എടുക്കുന്നത് കാശിന് മാത്രമായിട്ടല്ല, അതിനപ്പുറത്തേക്ക് എനിക്ക് എന്നോട് നൽകാനുള്ള ഒരു കമ്മിറ്റ്മെന്റും ആ കമ്മിറ്റ്മെന്റ് മറ്റുള്ളവർക്കും കൂടി എത്തിക്കണം. അതിലൂടെ ഞാൻ വന്ന വഴികൾ മറ്റുള്ളവരും കൂടി മാറണം എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ അതിന് പൈസ വാങ്ങിക്കുന്ന വെച്ചാൽ സ്വാഭാവികമാണ്, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല. ഒന്ന് കൊടുത്താലേ മറ്റൊന്ന് ലഭിക്കുള്ളൂ എന്നുള്ള പ്രപഞ്ച സത്യത്തിന്റെ പുറത്ത് നിങ്ങൾ കാശല്ല തരുന്നത്, ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന കാര്യം നിങ്ങൾ 100 പേരിൽ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് തരണം, വന്നോളൂ, ഫ്രീ ആയിട്ട് വന്നോളൂ, ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾ 100 പേരിൽ എത്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ മാറുക. എന്തെങ്കിലും ഒന്ന് ലഭിക്കുന്നതിന് പകരം മറ്റൊന്ന് നിങ്ങൾ നൽകണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഇത് പ്രപഞ്ച സത്യമാണ്, അതിൽ മാത്രമേ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്ലാസ്സുകളും വളരെ കുറഞ്ഞ പൈസയിൽ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അതിന്റെ നിയമം അങ്ങനെ ആയിരിക്കണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാം, അത് സ്വാഭാവികമാണ്, അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയേ പറ്റൂ, പണം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ഒരു എനർജിക്ക് ബദലായിട്ട് എനർജി കൊടുക്കണം. അത് എന്ത് എനർജി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പണത്തിന്റെ 10 രഹസ്യങ്ങൾ, ഇത് മനസ്സിലാക്കാം നമുക്കിന്ന്. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ വിശദമായി പഠിക്കേണ്ട ആവശ്യമുണ്ട്, അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ ഇന്ന് നമ്മൾ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം എന്റെ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം കാണുന്നപ്പോ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൽ കുറെയൊക്കെ വാല്യൂ ഉണ്ട് ദിനേശ് സാർ, ഇങ്ങനെയൊക്കെയാ നിങ്ങൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിന്റെ നിലവിലെ അവസ്ഥയും ഇതും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളൊരു ചർച്ച നടത്തി. ശരിയാണ്, നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള നിങ്ങളോട് എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്, ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളുടെ നിലവിലുള്ള അവസ്ഥ മറ്റ് സ്റ്റേറ്റുകളൊന്നും നമ്മൾ കമ്പാരിസൺ, നമ്മൾ മലയാളീസ് എപ്പോഴും മറ്റുള്ളവരിൽ ഒരുപാട് ഫാർ ബെറ്ററിലാണ്. കാരണം വിജ്ഞാനം എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയോട്ടിയിൽ വളരെ ജനിച്ചപ്പോൾ മൊത്തം കയറി കുത്തിവെച്ചുള്ള സംഭവമാണ്. മറ്റുള്ളവർക്ക് അത്രയും ഉണ്ടാവില്ല. കോമൺ സെൻസ് അല്ലെങ്കിൽ പൊതുബോധം എന്ന് പറയുന്ന സാധനം, ആ പൊതുബോധമുള്ള മലയാളിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യണം. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ കൂട്ടുപിടിക്കുകയല്ല വേണ്ടത്. ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നവൻ ആരാണോ അവനെയാണ് മലയാളി എന്ന് വിളിക്കുക. അതാവാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളത്തിന്റെ അവസ്ഥ വളരെ പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിശുമരണ നിരക്കിൽ ബെറ്ററായി എന്നൊക്കെ പറയുന്നു, ശരിയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കുറെ ബെറ്റർമെന്റ് ഉണ്ട്. പക്ഷെ മറ്റു ചില കാര്യങ്ങളിൽ, കടമെടുക്കലില്, കടം തിരിച്ചടവിലെ കാര്യത്തിൽ, പണിയെടുക്കാതിരിക്കുന്നതിലൊക്കെ മലയാളി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഹമ്പിൾ റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ ക്ലാസ് തുടങ്ങാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഇത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഇത് നിങ്ങൾ ചിന്തകൾക്ക് ഒരു എന്താ പറയുക, തീ കൊളുത്തി വിട്ടതാണ്. നിങ്ങൾ അത് ബാക്കി ചിന്തിച്ച് നിങ്ങൾ മുമ്പിലോട്ട് പോകണം. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം, നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. യെസ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാപ്സൂൾ എടുത്തോളൂ. ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. വെരി ഗുഡ്. തുടങ്ങാം. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് സംസാരിക്കാം കേട്ടോ. കാരണം ഇന്നത്തെ സെഷൻ ഒരു വെബിനാർ പോലെ ആവാനാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്കെപ്പോഴും ഇങ്ങനെ മാത്രമേ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തരും.
ആ സമയത്ത് നിങ്ങൾ എല്ലാവരും സംസാരിക്കാൻ തയ്യാറാവണം, മാക്സിമം ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം, യെസ്, താങ്ക് യു, എല്ലാവരും തയ്യാറാവുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ട് നമ്മൾ ഫൈനാൻഷ്യലിനെ പറ്റി മാത്രം കൂടുതൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം, ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കുന്നതല്ല, നമ്മുടെ മലയാളിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം ഇതായതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആരോഗ്യം, ബന്ധങ്ങൾ, ഐ ആം റിക്വസ്റ്റിംഗ് യു, ആരോഗ്യവും ബന്ധങ്ങളും വിനോദവും പരിശീലിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇതില്ലെങ്കിൽ അതില്ല, അതില്ലെങ്കിൽ ഇതുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വളരെ വാച്ച് ചെയ്ത കാര്യമാണ്, ആരോഗ്യത്തെ പറ്റിയോ ബന്ധങ്ങളെ പറ്റിയിട്ടൊന്നും യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല, വളരെ റെയറാണ്. സത്യം മനസ്സിലാക്കുക. ഇതുകൂടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും നേടിയിട്ട് കാര്യമില്ല, കാശ് നിൽക്കില്ല. ഇന്ന് അതിനെ സംബന്ധിച്ചാണ് ഈ മണിയും ഈ കാര്യങ്ങളുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സെഷൻസ് ആണ് വരുന്നത്. ദ സീക്രട്ട് ഓഫ് മണി, അൺലോക്കിംഗ് ഫൈനാൻഷ്യൽ അബൻഡൻസ് എന്ന് പറയുന്ന നമ്മളുടെ സാമ്പത്തിക, മാനസിക, ശാരീരിക ഊർജത്തെ ഉയർത്താനുള്ള നടപടികൾ. എളുപ്പത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞു തരാം. പൈസ കയ്യിൽ കിട്ടിയാൽ സന്തോഷിക്കാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവുമല്ലോ, എം റൈറ്റ്? ഒന്ന് ടൈപ്പ് ചെയ്തു എല്ലാവരും. കാശ് ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷിക്കാത്തവരോട് ആരെങ്കിലും ഉണ്ടാവുമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. യെസ്, നോ ഉള്ളവരില്ല, എനിക്ക് സന്തോഷം ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ യെസ് എല്ലാവരും ഉണ്ടാവും. ഒന്ന് നമ്മുടെ യൂട്യൂബ് കാണുന്നവരോടും ചോദ്യമാണ്, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. കാശ് കൈ വന്നാൽ സന്തോഷിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യട്ടെ. 250 ആൾക്കാരും ടൈപ്പ് ചെയ്യട്ടെ. യെസ്, എല്ലാവരും ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ചോദ്യം, അങ്ങനെ വെറും ഒരു അതിശോക്തിപരമായ ചോദ്യം മാത്രമാണ്, അതിനകത്ത് യാതൊരു ഇതും ഇല്ല. നിങ്ങൾ അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടിയാൽ സന്തോഷിക്കാൻ പറ്റുമോ? അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പണം കിട്ടി, ഇല്ല. രണ്ടാമത്തെ ഉത്തരം എല്ലാവരും ഒന്നേ പറയുള്ളൂ, ഇല്ല. അല്ല, യാതൊരു തർക്കമില്ല. ഓക്കെ, ശരി, വളരെ സന്തോഷം. ആദ്യം പറഞ്ഞത് കാശ് കിട്ടിയാൽ സന്തോഷിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഇല്ല. ചികിത്സ കിട്ടിയാൽ സന്തോഷിക്കാൻ പറ്റുമോ? അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സന്തോഷിക്കുക എന്ന് പറയുന്ന ആ വ്യക്തി അതിനെപ്പറ്റി മനസ്സിലാക്കാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചികിത്സ കിട്ടിയാലും പറ്റും. എല്ലാത്തിനും അടിസ്ഥാന കാശ് തന്നെ. പക്ഷെ സന്തോഷം വരുമോ? ഈ സാധനം ഈ ശരീരത്തിൽ വരണ്ടേ? വരുമോ? കാശുണ്ടായാലും ഈ സാധനം ഒന്നും കയറി, ഓക്കെ എന്റെ പൈസ ഉണ്ടെന്നാ പിന്നെ സുഖമില്ല വേദനിക്കുമ്പോ ഈ സാധനം കയറി വരുമോ? ഒരിക്കലും വരില്ല, അല്ലെ? അപ്പൊ രണ്ട് കാര്യങ്ങൾ തീരുമാനം. മൂന്നാമത്തെ കാര്യം, കാശ് കിട്ടി, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്തെന്നൊന്നും ഞാൻ പറയണില്ല. അല്ലെ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾ വിട്ടുപോയി, അതിന് പകരമായി നിങ്ങൾക്ക് ഒരു കാശ് കിട്ടി, സന്തോഷിക്കാൻ പറ്റുമോ? എന്തോന്ന് ചോദ്യം സാർ, ഇതൊക്കെയാണ് ചോദ്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കാത്ത ചോദ്യം. ഇതാണ് നമ്മൾ മണി എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പണത്തിന്റെ സീക്രട്ട് അല്ലേ അറിയേണ്ടത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്തെന്ന് ചോദ്യം ചോദിച്ചാൽ ഓക്കെ ഇല്ലല്ലോ. ഇനി അടുത്തൊരു കാര്യം ചോദിക്കാം. പണം ഇഷ്ടം പോലെ ഉണ്ട്, ആരോഗ്യമുണ്ട്, നല്ല ബന്ധങ്ങളുമുണ്ട്, പക്ഷെ ജയിലിലായിപ്പോയി. സ്വാതന്ത്ര്യമില്ല, വിനോദമില്ല, സ്വാതന്ത്ര്യമില്ല. നടക്കോ? വിനോദമില്ല, ഒരു വിനോദവും ഇല്ല. വിനോദത്തിൽ പറ്റില്ല, നമുക്ക് ഗ്യാപ്പില്ല, പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, എളുപ്പത്തിൽ പറയാം, രാവിലെ 6 മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ ഡ്യൂട്ടിയാണ്.
പക്ഷെ നല്ല ശമ്പളം കിട്ടും. മക്കളെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല, ഒന്നുമില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഡ്യൂട്ടിയോ ഡ്യൂട്ടി. കാശിന്റെ കാര്യത്തിലോ ഒരു ലീവും ഇല്ല. നോക്കൂ, ഞാൻ ഇതെല്ലാത്തിനും നിങ്ങൾ ഉത്തരം ഒന്നേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് ആൾക്കാരും ഇത് തന്നെ പറയുള്ളൂ. കാരണം സാമാന്യ ബോധത്തിൽ ഇതേ പറയുള്ളൂ. അതുകൊണ്ട് പണത്തിന്റെ രഹസ്യം അറിയുമ്പോൾ മറ്റ് 5 കാര്യങ്ങളുടെ രഹസ്യവും അറിയണം. അവനവന്റെ ആത്മസംതൃപ്തി കൂടി അറിയാതെ ഈ സാധനം ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഒന്നുകൂടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നു, സമ്പത്ത് എന്ന് പറയുന്നത്, ഞാൻ എന്റെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, മനസ്സിൽ വിസ്മയത്തിൽ, സമ്പത്ത് എന്ന് പറയുന്നത് നോട്ട് ഓൺലി മണി ബട്ട് ആൾസോ സാമൂഹ്യ സമ്പത്ത്, കുടുംബപരമായ സമ്പത്ത്, അങ്ങനെയുള്ള എല്ലാ 5 ഘടകങ്ങളെ വളരെ കൃത്യമായി പറയുന്നു. 5 ഘടകങ്ങൾ ഉണ്ടെങ്കിലേ സമ്പത്ത് പൂർണ്ണമാകുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പാളിപ്പോകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് 5 ഘടകങ്ങൾ പറഞ്ഞത്? പുസ്തകം എടുത്തോ. ഹലോ, പുസ്തകം 5 ഘടകങ്ങൾ സമ്പത്തിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു. നമ്മൾ വിചാരിക്കും സമ്പത്തിനെ പറ്റി 5 കാര്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളായിരിക്കുന്നു. അല്ല, കുടുംബ ബന്ധം. നമ്മൾ സമ്പത്തിനെ പറ്റി പറയുമ്പോൾ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ സാമൂഹിക സമ്പത്ത്, സാമ്പത്തിക സമ്പത്ത്, സാമൂഹിക സമ്പത്ത്, ഭൗതിക സമ്പത്ത്, അതായത് ആരോഗ്യം, മാനസിക സമ്പത്ത്, ആത്മീയ സമ്പത്ത്. ഈ 5 ഘടകങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യാതിരുത്തോളം സീക്രട്ട് ഓഫ് മണി പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ്. അപ്പോൾ ഒന്നുകൂടി എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു, ഇന്നത്തെ ഈ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട്, ഓൾ ആർ വെൽക്കം ടു ദി സെഷൻ. മനസ്സിലാക്കുക കുറച്ച് കാര്യങ്ങൾ. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സമ്പത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഓരോ വാക്കുകളും കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ യഥാർത്ഥ വശം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് മാത്രമേ എനിക്ക് ഇന്നത്തെ സെഷനിൽ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതിന് 2 രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം വളരെ നല്ലവണ്ണം ഡീപ്പായിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ് മണി, സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അബൻഡൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ അകത്ത് കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലവട്ടം കഴിഞ്ഞ പ്രാവശ്യം കൊച്ചി പ്രോഗ്രാമിലും തിരുവനന്തപുരം നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിനൊക്കെ വളരെ വിശദമായി തന്നെ ഇത് സംസാരിക്കുകയുണ്ടായി. ഇതിന്റെ മറ്റൊരു രൂപത്തിൽ സംസാരിക്കുകയുണ്ടായി. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്ത് നമ്മൾ ഒരു ചെറിയ ടെസ്റ്റ് നടത്തി കളയാം. ഇപ്പോൾ നമ്മുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ എന്തവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. സമ്പത്തിന്റെ എന്തവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഒരു 10 ചോദ്യങ്ങൾ വളരെ ക്വിക്കായിട്ട് നിങ്ങളോട് ചോദിക്കാം. പെട്ടെന്ന് ആൻസർ യെസ് ഓർ നോ എന്ന് മാത്രമേ നിങ്ങൾ എഴുതേണ്ടേ ഉള്ളൂ. എന്നിട്ട് ടോട്ടൽ കൂട്ടിയിട്ട് എത്ര എസ്സുകൾ കിട്ടി, എത്ര നോകൾ കിട്ടിയെന്ന് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അവസാന നിമിഷം ഈ ക്ലാസ് കഴിയുമ്പോൾ അവസാന നിമിഷം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചോദ്യം എത്ര? 10 ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുക. വളരെ ലളിതമായ ചോദ്യങ്ങളാണ്, പെട്ടെന്ന് ശ്രദ്ധിച്ചോളുക. ധനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, ഒന്നാമത്തെ ചോദ്യം എഴുതി വെച്ചോളൂ, ഉത്തരം എഴുതി വെച്ചോളൂ, ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുക. ധനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പരാജയത്തിന്റെ ഭയം നിങ്ങളെ തടയുന്നുണ്ടോ? ഞാൻ തോറ്റുപോകും, എനിക്ക് ടൈപ്പ് ചെയ്യണ്ട, നിങ്ങൾ ബുക്കിൽ തന്നെ എഴുതി വെക്കണം. ആൻസർ ഈ ബുക്കിൽ എഴുതി വെക്കണം. കാരണം അത് നമുക്ക് അവസാനം നിങ്ങൾ എത്ര നോ കിട്ടി, എത്ര എസ് കിട്ടി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ധനലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ആത്മവിശ്വാസം കുറവുള്ളതായി തോന്നുന്നുണ്ട്. ഈ ചോദ്യത്തിന് എല്ലാ ചോദ്യത്തിനും ഇവിടെ വളരെ ലിമിറ്റഡ് ആണ് ഉത്തരം എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ കുറെ ദിവസങ്ങളായി നമ്മുടെ ഇതിൽ വന്നത് കൊണ്ട് നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ആണ്. പക്ഷെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് വ്യത്യസ്തമാണ് കേട്ടോ. കാരണം അവർ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർ കൃത്യമായി ചോദ്യം കേട്ടിട്ട് ആൻസർ ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ വന്നവർക്ക് വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യെസ് എന്ന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നോ പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിലാക്കുന്നു. എങ്കിലും ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി പറയാം. ധനലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, അതായത് നിങ്ങൾക്കൊരു ധനത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ
പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം നിങ്ങളെ തടയുന്നുണ്ടോ? രണ്ടാമത്തത്, നിങ്ങൾക്ക് ധനലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ആത്മവിശ്വാസം കുറവുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, പഴയ ധന അനുഭവങ്ങൾ, പണ്ട് കാലത്തുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ പുതിയ സാമ്പത്തിക തീരുമാനങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പണ്ട് നഷ്ടപ്പെട്ടു പോയതോ പണ്ടുമായിട്ടുള്ള നിങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഞാൻ ഇനിയും അങ്ങനെ ആയിപ്പോകുമല്ലോ എന്നുള്ള തോന്നലുണ്ടോ എന്നാണ് ചോദ്യം. യെസ് ഓർ നോ എന്നിരിക്കാം. നാലാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള ആന്തരിക ഇൻസൈഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നേറിയൽ തടയുന്നുണ്ടോ? മണി ബ്ലോക്ക് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ തടയുന്നുണ്ടോ? മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ തടയുന്നുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ധനലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ, അതിലോട്ട് പോകുമ്പോൾ ധനപരിമിതികളെ മറികടക്കാനുള്ള സാധ്യതകളിൽ സംശയം ഉണ്ടോ? എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കി ആൻസർ പറഞ്ഞാലേ കറക്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം, ശരിക്കും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ചു പോകും, അവസാനം അതിൽ തന്നെ നിൽക്കും. ഓക്കെ, ആറാമത്തെ കാര്യം, സമ്പന്നരാകുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ പണക്കാരനായാൽ പലരും എന്നെ വിട്ടുപോകുമെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ അഹങ്കാരം വന്നു പോകും എന്നുള്ള തോന്നലുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചും പറയാം. ഏഴാമത്തെ കാര്യം, ധനകാര്യ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം താറുമാറലായിട്ടുണ്ടോ? വ്യക്തിപരമായ ജീവിതമാണ്. എട്ടാമത്തെ ചോദ്യം, സമ്പന്നത നിങ്ങളുടെ ജീവിതത്തിൽ അധികം ഉത്തരവാദിത്വവും സമ്മർദ്ദവും വരുത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സമ്പന്നത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അധികം ഉത്തരവാദിത്വവും സമ്മർദ്ദവും വരുത്തും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒമ്പതാമത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ധനസാധ്യതകൾ തുറന്ന മനസ്സിലൂടെ ഉണ്ടാകുമ്പോൾ പഴയ ബ്ലോക്കേജുകൾ മറികടക്കാൻ സാധിക്കുമെന്ന്? അതായത് ധനസാധ്യതകൾ തുറന്ന മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിനായി ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളെല്ലാം വിട്ടുപോയി ഞാൻ സമൃദ്ധിയിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ട്. പത്താമത്തെ ഒറ്റ ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അവസാനം എഴുതാൻ പറ്റുള്ളൂ, പക്ഷെ ഇപ്പൊ തന്നെ ചോദിച്ചേ പറ്റുള്ളൂ. ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള സാധ്യതകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു കാര്യം, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഒരു 4 വർഷം മുമ്പേ, 2 വർഷം മുമ്പ് തന്നെ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്നോട് ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മിക്ക കാര്യങ്ങളിലും ഞാൻ പറയുന്ന ഉത്തരം യെസ്, അല്ലെ എന്താ പറയാ, വളരെ നെഗറ്റീവായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പറയാതിരിക്കാൻ തരമില്ല, പറഞ്ഞേ പറ്റൂ. വളരെ ലളിതമായി പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ്, പക്ഷെ അതിന്റെ ഡെപ്ത് ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്തിനാ അധികം പൈസ? സ്വസ്ഥമായി ജീവിച്ചാൽ പോരെ. എന്തിനാ അധികം പൈസ? എന്നിട്ട് കണക്ക് കൂട്ടി തെളിയിച്ചു കൊടുക്കും. നമുക്ക് ഒരു മാസം ജീവിക്കാൻ, നാട്ടിൽ പോയി സെറ്റിൽ ചെയ്ത് ജീവിക്കാനായിട്ട് 50,000 രൂപ ഉണ്ടായാൽ കഞ്ഞിയും കുടിച്ച് സുഖമായിട്ട് വീട്ടിൽ ജീവിക്കാം.
കുറച്ച് സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തി കഞ്ഞി കുടിച്ച് സുഖമായി ജീവിക്കാൻ മതി. ഞാനും എന്റെ വൈഫൊക്കെ തീരുമാനിച്ച് ഓക്കെ ഇത്രയും, അപ്പൊ മാസം ഒരു 50,000 രൂപ കിട്ടുന്ന പരിപാടി ഒപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അതിനു വേണ്ടിയിട്ട് എല്ലാം ചെയ്തു വെച്ചു. അതിന്റെ പുറകെ അത് ഒക്കെ സെറ്റ്. പിന്നെ അല്ലാണ്ട് പറയോ ഞാൻ സെറ്റിലായി, ഒരു കുഴപ്പമില്ല. 55 വയസ്സ് 60 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് എടുക്കും, നാട്ടിൽ വന്നിരിക്കും. പിന്നെ 10-15 വർഷത്തെ ജീവിതമാണ്, സുഖമായിട്ട് ജീവിക്കും, വേറെ ഒന്നും വേണ്ട. മറ്റാരെങ്കിലും കാശിനെ പറ്റി പറഞ്ഞ എന്തിനിപ്പോ ഇത്ര കാശിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, എന്റെ ആവശ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനിപ്പോ ചെറിയതായിട്ടൊന്ന് തിരുത്തിയിട്ടുള്ളൂ. തിരുത്തൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒറ്റ തിരുത്തൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആഗ്രഹമുണ്ടും പറഞ്ഞു, ഇത് നിങ്ങൾക്കും പറ്റും. മിനിയാന്നൂടെ രമാദേവി വെള്ളാനൂർ പറഞ്ഞ അതേപോലുള്ളൊരു കാര്യം. യെസ്, 1 year സാലറി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഞാനിതൊക്കെ ചെയ്തു വെച്ചതാ. ഇപ്പൊ ഞാൻ ഒറ്റ തിരുത്തേ വരുത്തിയിട്ടുള്ളൂ. എന്ന് മരിക്കുന്നുവോ അന്ന് വരെ പണിയെടുക്കണം, അന്ന് വരെ പൈസയും മേടിക്കണം. ഇതിന്റെ പേരല്ലേ തിരിച്ചറിവ്. എന്ന് നമ്മൾ മരിക്കുന്നുവോ അന്ന് വരെ ജോലി ചെയ്യുകയും ശമ്പളം മേടിക്കുകയും വേണം. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഞാൻ നടത്തി. അതിന് ഇരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. കാരണം അത് വരുത്തിയ മാറ്റം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ 6 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും സമാധാനത്തിൽ ഉറങ്ങുന്നു. ഓരോ നിമിഷവും അതിനുവേണ്ടി ഈ പറക്കാന്റെ ബാക്കിൽ കിടന്ന സാധനങ്ങളിലൂടെ ഒക്കെ നുഴഞ്ഞ് ഇറങ്ങുമ്പോഴും ഒറ്റ വിശ്വാസമേ ഉള്ളൂ, ഇതെല്ലാം എനിക്ക് സമ്പന്നതയാണ് നൽകുന്നത്, സമ്പന്നതയാണ് നൽകുന്നത്. ഇത് ഓരോ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുമ്പോഴും, ഓരോ വാക്കുകൾ ഇപ്പൊ പ്രധാനമായിട്ട് എന്റെ സാമ്പത്തിക സ്രോതസ് എന്റെ വാക്കുകളാണല്ലോ അല്ലെ. ഓരോ വാക്കുകൾ ഞാൻ പ്രകടിപ്പിക്കുമ്പോഴും എന്റെ സമ്പന്നതയെ പറ്റിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും എനിക്ക് ഈ സംസാരത്തിൽ നിന്ന് എത്ര വാക്യം അടിവരയിട്ട് പറയുന്നു, ഇപ്പോൾ ഓരോ സംസാരവും എനിക്ക് എത്രത്തോളം സമ്പന്നത കൊണ്ടുവരും എന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും അകത്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ മണി കമ്മിങ്, നോട്ട് ഓൺലി മണി കമ്മിങ്, അത് മാത്രമല്ല കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ തിരിച്ചു പറയാം. ഞാനിപ്പോ പറഞ്ഞ വാക്കിനകത്ത് എനിക്ക് എത്ര പൈസ കിട്ടും എന്നതല്ല അതിന്റെ അർത്ഥം. എന്റെ വെൽത്ത് ക്രിയേഷൻ, നിങ്ങളോട് ഞാൻ പറയുന്ന ഓരോ വാക്കും എനിക്ക് വെൽത്തായി മാറുന്നു. എങ്ങനെ? ഒന്നിക്കൽ നിങ്ങൾ എനിക്ക് അതിനു വേണ്ടി പണമായിട്ട് നൽകുന്നു, അല്ലെങ്കിൽ ഞാൻ നൽകുന്ന കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പണമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ അത് മറ്റു പരസ്യങ്ങളോ മറ്റോ വന്നുകൊണ്ട് യൂട്യൂബിന് വരുമാനം ഉണ്ടാക്കുന്നു. ആ വരുമാനം എനിക്ക് ലഭിക്കുന്നു. ഇത് പലർക്കും എത്തുമ്പോൾ എന്റെ വാല്യൂ കൂടുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് 1000 മേടിക്കുന്ന കോഴ്സിന് നാളെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ 2000 തരാൻ തയ്യാറായി വരുന്നു. കാരണം എന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ബിസിനസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് വെരി ഗുഡ്. അതിഥി പറഞ്ഞത് വളരെ കേട്ട വാല്യൂ ഓഫ് തോട്ട്സ്. അപ്പോൾ ഇത് ഞാൻ എന്നെ മാത്രം എടുത്തൊരു ഉദാഹരണം പറയാണ്. എന്റെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഉണ്ട്. അത് എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഞാനൊരു ലാൻഡ് എടുക്കാൻ പോയപ്പോൾ എന്നെ ആലോചിക്കും, എന്തിനിപ്പോ ആവശ്യമായിട്ട് ലാൻഡ് എടുത്ത് കച്ചവടം ചെയ്തിട്ട് വീണ്ടും വിറ്റ് വീണ്ടും വാങ്ങിക്കും, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ പറയും എനിക്കത് പറ്റില്ല. കാരണം എന്താ, അത് കളികളുടെ ലോകമാണ്, അതിൽ ഞാൻ എന്തിനാ എന്ന് ചിന്തിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ മറ്റൊരു ദിവസം, അതായത് ക്ലാസ്സിൽ, ഇപ്പൊ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ പിടിച്ചു നിർത്തുന്ന ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലിമിറ്റ് എഴുതി വെച്ചോളൂ, നിങ്ങൾ ആ വാക്ക് കൃത്യമായി എഴുതി. കാരണം എപ്പോഴും നിങ്ങളുടെ മുന്നിൽ അലേർട്ടായി നിൽക്കേണ്ട, റെഡ് അലേർട്ടായി നിൽക്കേണ്ട കാര്യമാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം. ഇതിപ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്കതില്ലേ ഇല്ല എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവരും. പക്ഷെ ഇതിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ധനത്തിന്റെ കാര്യത്തിൽ നമ്മൾ പൊതുവായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് തുടങ്ങാൻ നമുക്ക്. എവിടെയാണ് എന്നെ നിർത്തുന്നത്? ഏത് വാക്കാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്? ഏത് ചിന്തയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്? ഏത് പരിമിതമായ വിശ്വാസങ്ങളാണ് എന്നിലുള്ളത്?
പണം കായ്ക്കുന്ന മരമില്ല. ഉണ്ടോ? അങ്ങനെ ഒരു മരം ഉണ്ടോ? ഇപ്പൊ എത്ര പേർക്ക് പറയാൻ പറ്റും പണം കായ്ക്കുന്ന മരം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ആരുടെ വീട്ടിലില്ലല്ലോ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ, ആരുടെയെങ്കിലും വീട്ടിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടോ? നമ്മൾ ചെറുപ്പത്തിലേ കേട്ടതാണ്, പണം കായ്ക്കുന്ന മരമില്ല എൻ്റെ അടുത്ത്. സമ്മിശ്രമായ പ്രതികരണം വരും, എനിക്കറിയാം. ഇതിനു മുമ്പ്, കുറച്ച് മുമ്പേ വീട്ടിൽ എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ പറയും ഉണ്ട് എന്ന് പറയും, മറ്റുള്ളവരില്ല എന്ന് പറയും. നോക്കട്ടെ, പണം കായ്ക്കുന്ന മരം ഉണ്ടോ ഇല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ പണം കായ്ക്കുന്ന ഏതെങ്കിലും ഒരു മരം ഉണ്ടോ? ഒറിജിനൽ മരത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടോ, നിങ്ങളാകുന്ന മരത്തെ അല്ല. നിങ്ങളാകുന്ന മരം ശരിയാണ്, അത് പണം കായ്ക്കുന്നില്ല. കായ്ക്കുന്നില്ല എന്ന് പറയേണ്ടി വരും, ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. ഒറിജിനലായിട്ട് നിങ്ങൾ വീട്ടുമുറ്റത്ത് ഏതെങ്കിലും ഒരു മരം കായ്ക്കുന്ന മരം ഉണ്ടോ? യെസ്. നോ പറഞ്ഞവരുടെ ഉത്തരം, യെസ് പറഞ്ഞവരുടെ ഉത്തരം വേണ്ടല്ലോ. നോ പറഞ്ഞവരുടെ ഒറ്റ ഉത്തരം മാത്രം. നിങ്ങളുടെ മുറ്റത്ത് ഏതെങ്കിലും ഒരു മരം, തെങ്ങ് ഉണ്ടോ നോക്കുക. ആ തേങ്ങ വിറ്റാ കാശ് കിട്ടുമെങ്കിൽ അത് പണം കായ്ക്കുന്ന മരം തന്നെയല്ലേ. ഒരു വാഴയുണ്ടെങ്കിൽ കൊല വെട്ടിക്കഴിഞ്ഞാൽ ആ കൊടുത്താൽ കിട്ടുന്നത് പണം തന്നെയാണ്. അതിന്റെ ഇല വെട്ടി കൊടുത്താലും കിട്ടുന്നത് പണം തന്നെയാണ്. കുരുമുളക്, അങ്ങനെ എന്ത് സാധനം ആയിക്കോട്ടെ കേട്ടാ. അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ആദ്യം ചെറുപ്പത്തിൽ കേട്ടത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ? പിന്നെന്താ, ഞാനെന്താ പറിച്ചു കൊണ്ടിരുന്നോ പൈസ? അല്ലെങ്കിൽ കിളച്ചാൽ കാശ് കിട്ടുമോ? കിളച്ചാൽ കാശ് കിട്ടുമോ? എന്നാലോചിച്ച്, കിളച്ചാൽ കാശ് കിട്ടുമോ? ഇതൊക്കെയാണ് മാറ്റേണ്ടത്. പരിമിതമായ വിശ്വാസങ്ങളെ തകർത്തെറിയേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ കിളച്ചിട്ടൊന്നുമല്ല കാശുണ്ടാക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ പണ്ടല്ലേ. ഇപ്പൊ പിന്നെ പൊതുവെ അങ്ങനെ പറയുന്നത്. ഇപ്പൊ നോട്ടടിക്കുന്ന മെഷീൻ ഒന്നും ഇല്ല അല്ലെ? നോട്ടടിക്കുന്ന മെഷീൻ ഇല്ല. നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടോ? ഉണ്ട്. എന്റെ അടുത്ത് നോട്ടടിക്കുന്ന മെഷീൻ ഒന്നും ഇല്ല എന്ന് പറയാണ്. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഒന്ന് മാറ്റിപ്പിടിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നോട്ടടിക്കുന്ന മെഷീൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ, നോട്ടടിക്കുന്ന മെഷീൻ ഇല്ലാന്ന്. നോട്ടടിക്കുന്ന, കൃത്യമായി നോട്ടടിക്കുന്ന കമ്മട്ടം വീട്ടിലില്ലെങ്കിലും ഒരു പ്രിന്റർ വാങ്ങിച്ചാലും അത് നോട്ടാക്കി മാറ്റാൻ പറ്റുമോ? ആ പ്രിന്ററിൽ നിന്നും ഇതുപോലെ ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 108 രൂപയ്ക്കും 105 രൂപയ്ക്കും വിറ്റ ചില സാധനങ്ങൾ, എന്റെ വാക്കുകൾ കാശായി മാറുമോ ഇല്ലയോ? മാറുന്നുണ്ടോ? ഉണ്ട്. ഇതും സാധ്യമാണ്. അപ്പോൾ ഇത്തരം പരിമിതമായ ഒരുപാട് വിശ്വാസങ്ങൾ നമ്മളിലുണ്ട്. ഈ വിശ്വാസങ്ങളെ മാറ്റപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഞാൻ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. എവിടെയാണ് കേൾക്കുന്നത്? എന്തൊക്കെയാണ് ഭയങ്ങൾ നമ്മൾക്കുള്ളത്? അതിനെപ്പറ്റിയല്ല ചിന്തിക്കുന്നത്. പൊതുവെ എന്നെ തലട്ടുന്ന ഭയങ്ങളെ പറ്റിയല്ല ചിന്തിക്കുന്നത്. ഇത് കിട്ടുന്നില്ല സാറേ, അത് വിട്ടു കഴിഞ്ഞു, വാഴയും മുരിങ്ങയൊക്കെ പോട്ടെ, നിങ്ങൾ മരത്തിലേക്ക് വാ, അത് അവിടെ കഴിഞ്ഞ സംഭവം. മറ്റേ കാര്യങ്ങൾ അത് അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. ഇപ്പൊ മരം കഴിക്കുന്ന മരത്തിലേക്ക് പോകണ്ട, അത് വിടെ അത് 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 കൊലിക്കിട്ട് നാളെ രാവിലെ കാശ് കിട്ടില്ല, എവിടെ പഠിക്കും. അത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, വളരെ എളുപ്പം. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങളൊരു LIC ഏജന്റ് ആണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഏജന്റ് ആണെന്ന് കരുതിക്കോ. ഒരു ഉദാഹരണം പറയുന്നു, LIC എന്നുള്ള വാക്ക് കോമണായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. നിങ്ങളൊരു ക്ലയന്റിനെ വിളിക്കുന്നു, എല്ലാം സംസാരിക്കുന്നു. അവസാന നിമിഷം ക്ലയന്റ് നോ പറയും സാറേ, പറയുന്നു സാറേ എന്ന് പറയുന്നില്ലേ? യഥാർത്ഥത്തിൽ ക്ലയന്റ് നോ പറയാനുള്ള കാരണം നിങ്ങളായിരുന്നു, ക്ലയന്റ് ആയിരുന്നു. അവിടെ മുതൽ തുടങ്ങുക നിങ്ങളുടെ ഭയം എവിടെ നിന്ന് തുടങ്ങി വരുന്നു എന്നുള്ളത്. സംസാരം തുടങ്ങുമ്പോൾ, ആദ്യത്തെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പരിമിതമായ ഒരു വിശ്വാസം അത് അവസാനം സംഭവിക്കേണ്ടി ചെയ്യും. കാരണം ഇത് പ്രപഞ്ച നിയമമാണ്. മണിയുമായി ബന്ധപ്പെട്ട്, സമ്പത്തുമായി പറയുമ്പോൾ പ്രപഞ്ച നിയമങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾക്ക് അത് ലഭിക്കുന്നു. വളരെ ലളിതമാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കുറെ പറയാനുണ്ട്, പക്ഷെ അത് മാത്രം പറഞ്ഞത്. ഇതെല്ലാവരും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മതി, ഇതേ സംഭവിക്കുള്ളൂ. ഞാൻ ഉദാഹരണമായി പറഞ്ഞു തന്നു. ഇനി ഇതിന്റെയൊക്കെ ന്യൂറോ സയൻസ് എന്താണ്? ഈ മണിയുമായി ബന്ധപ്പെട്ട സാധനത്തിന്റെ ന്യൂറോൺ സിസ്റ്റം എന്താണ്? നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് ഇത് പാകം ചെയ്തിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ട്രിഗർ ചെയ്യുന്നത് ഏത് ഫിഗറാണ്? 1 കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന, എത്ര പേരുടെ മനസ്സിൽ 1 കോടിയുടെ പെട്ടി, കറൻസിയുടെ പെട്ടി വരും? എത്ര പേരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരും? എത്ര പേരുടെ ബ്രെയിനിൽ അല്ലെ എന്താ പറയാ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരും? എത്ര പേരുടെ മനസ്സിൽ അത് ഫീൽ ചെയ്യും?
1 കോടി എന്നുള്ള ഒരു ഫീലിങ്സ്, 1 കോടി ഇപ്പോ ഒന്നുമല്ല സാധാരണക്കാരെ സംബന്ധിച്ച്, എങ്കിലും ആ ഫീലിങ്സ് എത്ര പേർക്ക് വരും? ഇതാണ് നമ്മുടെ ന്യൂറോൺ സിസ്റ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം വരണമെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് ഈ സംഭവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കെമിക്കൽ അങ്ങ് കൊടുക്കണം ബോഡിയിലേക്ക്. അത് കൊടുക്കാൻ ആ ന്യൂറോൺ സിസ്റ്റത്തിന് റെഡിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, അല്ലെ നമ്മുടെ ബ്രെയിൻ അതിന് പാകമാണോ എന്നതാണ് വളരെ പ്രധാനം. ഇത് സംഭവിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇനി ബിഹേവിയർ എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനം, വിത്ത് റെസ്പെക്ട് ഓഫ് യു കെ കുമാർ സാർ, യു ആർ എൻ എക്കണോമിക് പ്രൊഫസർ, നിങ്ങൾ ഉപയോഗിച്ച ടേം ആയിരിക്കില്ല. നിങ്ങൾ ബിഹേവിയർ സൈക്കോളജി ഉള്ളതുകൊണ്ട് അവിടെ എക്കണോമിക്സും ബിഹേവിയറും കറക്റ്റാണ്. ബിഹേവിയർ എക്കണോമിക്സ്, മാനസിക സാമ്പത്തിക ശാസ്ത്രം, ഇതെങ്ങനെയാണ് ഇതെവിടെയാണ് നമ്മൾ നോക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഗഹനമായി ഒന്ന് മനസ്സിലാക്കണം, ലളിതമായി മനസ്സിലാക്കണം. കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് സമ്പന്നൻ എല്ലാ മേഖലയിലും സമ്പന്നനായി മാറുന്നു? അവൻ എങ്ങനെയാണ് എപ്പോഴും സമ്പന്നത നിലനിർത്തി കൊണ്ടുപോകുന്നത്? അവന്റെ ബിഹേവിയർ കണ്ടാൽ നമുക്കറിയും. അവന്റെ പൈസ ചെലവാക്കുന്ന മെത്തേഡ് കണ്ടാൽ അറിയും. നമ്മളോ 10 രൂപ 200 രൂപയുടെ മത്തി മേടിക്കാൻ പോയാൽ, ചാള മേടിച്ചാൽ അവനോട് ചോദിക്കും, 2 കൂടുതൽ ഇടുവോ, കുറച്ച് കുറക്കുവോ, ഇല്ലേ? എന്നിട്ട് മറ്റേ വൈകിട്ടാകുമ്പോ 1000 രൂപ മറ്റത് കൊടുക്കാൻ മുമ്പ് ഇങ്ങനെ ഇടയിലെ കൊടുത്ത് ഇടയിലെ കൈയിട്ടിട്ട് അവസാനം വേഗം മേടിച്ചിട്ട് പോകും. ഒരു ആർഗ്യുമെന്റ്സും ഇല്ല, നെഗോഷിയേഷൻ ഒന്നും ഇല്ല, ഒരു ഇതുമില്ല. മറ്റേതാകുമ്പോ ഫുൾ നെഗോസിയേഷനാണ്. തക്കാളി മേടിക്കാൻ 40 രൂപയുടെ തക്കാളി മേടിക്കാൻ പോയി തെരഞ്ഞു പിടിച്ച് ഓരോന്നും ചെക്ക് ചെയ്തിട്ട് അവസാനം പറയും, ഒരെണ്ണം കൂടുതൽ ഇട്, ഏതായാലും വഴിയല്ലേ, അല്ലേ? ബിഹേവിയർ എക്കണോമിക്സ്. എന്നാൽ ലുലു പോയി സാധനം മേടിക്കുമ്പോഴോ ഒന്നുമില്ല, സംസാരമില്ല, വേണ്ട സാധനം ബാസ്ക്കറ്റിൽ മേടിച്ചിട്ട് വരിക. ആ സിസ്റ്റം മാറി മാറി വരുന്നുണ്ട്. ഇതാണ് സത്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് തുടക്കമുണ്ടാകുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം പ്രധാനപ്പെട്ട, നമ്മളൊരു ഇതിനെപ്പറ്റി ലളിതമായി മനസ്സിലാക്കാനുള്ള ഒരു 10 ദിവസത്തെ വാട്സപ്പ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. വാട്സപ്പിലൂടെയാണ് ലൈവ് ക്ലാസ് വെക്കുന്നില്ല, വാട്സപ്പിലൂടെ. കാരണം ഏറ്റവും ഫണ്ടമെന്റലായി ചെറിയ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഈ വാട്സപ്പ് ക്ലാസ് വെക്കുന്നത് കേട്ടോ. കാരണം എന്താ അറിയോ, മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ സൂമിലൊക്കെ വന്നിരുന്ന് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണമെന്നില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് അവരുടെ പരിമിതികളുണ്ട്, വീട്ടിലെ പണികളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം. പക്ഷെ അവരിൽ എത്തണം. കാരണം എന്താ അറിയോ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആൾക്കാരാണ്. കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ, അതുപോലുള്ള അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് വേറെ കാര്യം. പക്ഷെ എന്നാലും സ്വയം തൊഴിലും മറ്റു പരിപാടികൾ കൊണ്ട് നല്ലോണം മാറ്റമുണ്ട്. അപ്പൊ അവർ ആ ശാസ്ത്രം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കൽ കൊണ്ടാണ് ഈ വാട്സപ്പ് ക്ലാസ്സിലേക്ക് പോയത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ആപ്പിലൊക്കെ ആയിരുന്നു, എല്ലാം ആപ്പിലൊക്കെയാണ്. പക്ഷെ ഇനി ഞാൻ വീണ്ടും ലളിതമാക്കിക്കൊണ്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിലെ ഓഡിയോ കൊണ്ട് എത്തണം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ് 10 ദിവസത്തെ ക്ലാസ് ആണ് നമുക്ക് വെക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് വലിയ വേണ്ടവർക്ക്, കൂടുതൽ വിശദമായി പഠിക്കാനുള്ളവർക്ക് വലിയ ക്ലാസ്സും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന് റെക്കോർഡിംഗ് ഉണ്ടാവും സുധവന്മാരെ, ഇതിന്റെ റെക്കോർഡിംഗ് നാളെ തരുന്നു. അപ്പോ അതോടൊപ്പം തന്നെ 30 ദിവസത്തെ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഫുൾ വീഡിയോ ലൈവ് ക്ലാസ് ആണ്. ഞാൻ ആപ്പിൽ തരുന്ന ക്ലാസ്സും കൂടി ഇതേ വിഷയത്തിലുണ്ട്. മറ്റത് ചെറുതായിട്ട് ലളിതമാക്കി കുറച്ച് പറയുകയും നമ്മുടെ ആപ്പിൽ വരുന്ന ക്ലാസ്സിൽ വളരെ വിശദമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു പോവുകയും ചെയ്യും. കാരണം അത് മറ്റൊരു കസ്റ്റമർ ബേസ് ആണ്, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാവുന്നത്. അതിൽ 10 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചു പോകാം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളിലൂടെയാണ് പണം നമ്മളെ സ്വാധീനിക്കുന്നത്. ആ സ്വാധീനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണം എന്ന വാക്ക് നിങ്ങൾ എപ്പോഴും അത് ഉപയോഗിക്കുമ്പോൾ അത് സമ്പന്നത എന്ന രീതിയിലേക്ക് പോകണം. കാരണം എല്ലാം ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. പക്ഷെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, വാക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ധനം എന്ന് പറയുന്നത്, നമ്മളിത് പല ഡയറക്റ്റും ഇൻഡയറക്റ്റ് ഒക്കെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഏകീകരിച്ചുകൊണ്ട് പറയുന്നുള്ളൂ. പല ക്ലാസ്സുകൾ നടത്തിയ കാര്യങ്ങൾ തന്നെയാണ്. പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ഊർജമാണ് എന്ന് മനസ്സിലാക്കുക, ഒരു എനർജിയാണ്. ഈ ഭൂഗോളം മുഴുവൻ എനർജിയിൽ നിറഞ്ഞിരിക്കുമ്പോഴും
സമ്പന്നത എന്ന് പറയുന്ന എനർജി നമ്മൾ എങ്ങനെ എടുക്കുന്നു, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമുക്കിത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ ആ മാനസികാവസ്ഥ നമുക്ക് മാറ്റപ്പെട്ടില്ലെങ്കിൽ, മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഊർജത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ലോട്ടറിയൊക്കെ അടിച്ചവരുടെ കാശുകാരനായി നിലനിർത്താൻ സാധിക്കാത്തത്. കാരണം അവർ ഊർജ്ജതലം മാറി. ഊർജ്ജതലവും ഭാഗ്യതലവും തമ്മിൽ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു പോകാം. അത് ഊർജ്ജതലം മാറില്ല, മാറാതിരിക്കുമ്പോൾ നിന്ന് പോവില്ല എന്നുള്ളത്. അത് ശരിക്കും തിരിച്ചറിയണം. എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനു വേണ്ടി എന്ത് നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യം പഠിപ്പിക്കുന്നു. രണ്ടാമത്, നമ്മളെ പരിമിതപ്പെടുത്തുന്ന നമ്മുടെ വിശ്വാസങ്ങൾ പൊട്ടിച്ചെറിയുമ്പോഴാണ് ഇവിടെ പലർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പലരും അതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞവർക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നുകൂടി പുതിയ തലമുറ, പുതിയ ആൾക്കാർക്ക് അറിയണം. വളരെ ലളിതമായി പറഞ്ഞോ പറയാതെയൊക്കെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, തക്കാളി മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വില പേശുന്നു എങ്കിൽ അത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ ചിന്തകൾ നിങ്ങളുടെ കാർന്ന് തിന്നുന്ന ഒരു വിഷമാണ് എന്നറിയാം. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് നിങ്ങളെ പിടിച്ചു നിർത്തും, വളർച്ചയെ പിടിച്ചു നിർത്തും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറഞ്ഞു ഇത് പോകുന്നില്ല. അപ്പൊ ഇത് എന്ന് വെച്ചാൽ കണ്ണടച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതല്ല അതിന്റെ അർത്ഥം. യു ഷുഡ് വാല്യൂ ഓർ യുവർ ടൈം. നിങ്ങളുടെ സമയത്തിനും നിങ്ങൾ പറയുന്ന വാക്കിനും വാല്യൂ ഉണ്ടാക്കുക. നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന വാക്ക് ഉപയോഗിക്കാനോ കേൾക്കാനോ തയ്യാറാവാതെ നിങ്ങളുടെ പൂർണ്ണമായി ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, പ്രചോദനമാക്കുന്ന രീതിയിലേക്ക് വളർത്താൻ നിങ്ങളുടെ ഓരോ വാക്കുകളും ഉണ്ടോ. ഇപ്പൊ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. പണം കായ്ക്കുന്ന മരമില്ല, എത്ര പേരുണ്ട് എന്ന് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ആ സെഷൻ കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, ശരിയാണല്ലോ, വളരെ എളുപ്പമല്ലോ, ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് എന്ന് തോന്നിയില്ലേ? ഇതേപോലുള്ള തോന്നലുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ പറ്റും. എനിക്കിപ്പോ നേരത്തെ സ്റ്റാർട്ടിങ്ങില് ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്ററോട് ചോദിച്ചപ്പോ പറഞ്ഞൊരു വാക്ക് കണ്ടില്ലേ, സാറേ ജോലിയൊക്കെ ഉണ്ട് പക്ഷെ ശമ്പളം കൂടുന്നില്ല, മാനേജ്മെന്റ് അതെ പൊസിഷൻ കൂടുന്നില്ല, എത്ര ചെയ്താലും കാര്യമില്ല. അവിടെ തീർന്നു അവസാനം. അതിനെങ്ങനെ മാറ്റപ്പെടുത്താം? ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ പിടിച്ചപ്പോൾ ഞാൻ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് അങ്ങോട്ട് മറുപടി പറയുകയും ചെയ്തു. എന്നിട്ടും അവർക്ക് കണക്ട് ആയില്ല. രണ്ടാമത് ഞാൻ വീണ്ടും ആ വാക്ക് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ശരിയല്ലേ സാറ് പറഞ്ഞതെന്നുള്ള ഒരു തോട്ട് അവിടെ വന്നത്. ഇനി അവരുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും? ഇത് ഞാൻ കൊടുത്തതിന് ശേഷം അവരുടെ ചിന്തകൾ എന്തായിരിക്കും? എനിക്കന് ഇത് വരാനായി, സാറ് പറഞ്ഞു അല്ലെ, താമസിയാതെ അവർക്ക് സംഭവിക്കും, യാതൊരു തർക്കമില്ല. അവർ തന്നെ ഇവിടെ വന്ന് പറയും, സാറേ എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. അത് കേൾക്കാൻ ഞാൻ ഇവിടെ കാതോർത്തിരിക്കുന്നു. ഇത് എളുപ്പമായി മാറ്റാൻ നമുക്ക് പറ്റും. പക്ഷെ അത് കൊടുക്കുന്ന ഇൻപുട്ട് വളരെ കൃത്യമായിരിക്കണം. നിങ്ങളിലേക്ക് നൽകുന്ന ഇൻപുട്ട് വളരെ കൃത്യമായിരിക്കണം. എക്കെ സാർ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് പറഞ്ഞു, അയ്യോ സാറേ ഒറ്റ പൈസ എൻ്റെ എടുക്കാനില്ല, എന്ത് ചെയ്യും? കോടികൾ കൈയുള്ള മനുഷ്യനാണ്. ഒന്ന് തൊട്ട് കൊടുത്ത്, ഇവിടെ ഒരു തട്ടും ഇവിടെ ഒരു തട്ടും ഇവിടെ ഒരു തട്ടും കൊടുത്തപ്പോ റെഡിയായി. ഇപ്പൊ എൻ്റെ ഉണ്ടല്ലോ, ആവശ്യത്തിനുണ്ടല്ലോ ആവശ്യത്തിനുണ്ടല്ലോ എന്നൊരു ചിന്ത വരികയും ചെയ്ത് ആവശ്യത്തിന് വരാനും തുടങ്ങി. വിശ്വാസത്തെ മാറ്റിയെടുക്കുക. ഇനി മൂന്നാമതായി, നമ്മൾ അഫർമേഷനെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 100% നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാം, ഇത്രയും പവർഫുൾ ഒരു സാധനം വേറെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. നമ്മുടെ പുതിയ പുസ്തകം വരുന്നുണ്ട്, അഫർമേഷൻസ് മാത്രം അടങ്ങി എങ്ങനെ ഇത് ഉപയോഗിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ 5 കാര്യങ്ങൾ, ജീവിതത്തിൽ 7 കാര്യങ്ങളിലെ അഫർമേഷൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ സമഗ്രമായുള്ള പുസ്തകം. എനിക്കത് മലയാളത്തിൽ ആദ്യമായിട്ട് എനിക്ക് അത്രയും സമഗ്രമായ പുസ്തകം. വെറുതെ അഫർമേഷൻ എഴുതിയല്ല, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്, ഇതിന്റെ ബിഹേവിയർ തെറാപ്പി എന്താണ്, ഇതിന്റെ സൈക്കോളജി സിസ്റ്റം എന്താണ്, ഇത് ന്യൂറോ സിസ്റ്റത്തിൽ എന്തെങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. പ്രിന്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് വരും. വേണ്ടവർ ഇപ്പൊ തന്നെ ചെയ്തോളൂ. പണ്ടായിട്ടുള്ള സമ്പത്തും ആരോഗ്യവും ധനവും ജോലിയും കുട്ടികൾക്ക് കൂടി അതിനകത്തുണ്ട്. പഠനവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, പഠനത്തിന് വേണ്ടി ചെയ്യേണ്ട അഫർമേഷൻസ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു പുസ്തകം വരുന്നുണ്ട്. ഈ ആഴ്ച നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വരുമെന്ന് കരുതുന്നു. ഞാനിപ്പോ പ്രിന്റ് അവര് പബ്ലിഷറുടെ ഇതുപോലെ ഇരിക്കും കിട്ടുന്നു കരുതുന്നു.
അപ്പോൾ അത്രയും പവർഫുൾ ആയ ഒരു സാധനം വേറൊന്നും നിങ്ങൾക്ക് എടുക്കാനില്ല. മെഡിറ്റേഷൻ കഴിഞ്ഞ് അഫർമേഷൻ കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതന്ന് ഫീൽ ചെയ്താൽ നിങ്ങളുടെ ഊർജ്ജ തലം മാറുകയും സമൃദ്ധി നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നുള്ളൂ. ആ 108 അഫർമേഷൻസ് നിങ്ങൾക്ക് തന്നത് ഇൻക്ലൂഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ പുതിയതാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നല്ലോ. 108 അഫർമേഷൻ, പക്ഷെ 7 സബ്ജക്റ്റുകളിലെ 108 അഫർമേഷൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പുസ്തകം കുറച്ച് വലുതായിരിക്കും. ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കാം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഇന്നലെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ വന്നവർ മനസ്സിലാക്കി അഫർമേഷൻ, നോർമൽ അഫർമേഷനും ഹിപ്നോസിസ് ലോ ഓഫ് അഫർമേഷനും എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. അപ്പൊ തന്നെ അവർ ചോദിച്ചു, സാറേ ഇതെന്തിനാ ഹിപ്നോസിസിൽ മാത്രം പഠിപ്പിക്കുന്നത്, സാധാരണ ഇതേ അഫർമേഷൻ കൊടുത്താൽ പോരെ? പറ്റില്ലെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. ഇത് വ്യത്യാസമാണ്. ഇവിടെയും സീക്രട്ട് ഓഫ് മണിക്കകത്ത് പഠിപ്പിക്കുന്ന അഫർമേഷൻ വ്യത്യസ്തമായിരിക്കും. കാരണം ഇത് അത്രയും വ്യത്യസ്തപ്പെടുത്തി മാത്രമേ ഉള്ളൂ. കാരണം അത് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് വ്യത്യാസം വരുന്നു. ഓരോന്നിനും ഓരോ തലമുണ്ട്. അതുപോലെ തന്നെ ദൃശ്യഭാവനയുടെ സൃഷ്ടി എന്ന് പറയുന്നത് 2020 മെഡിറ്റേഷന്റെ ഫുൾ വിജയത്തിന്റെ അടിസ്ഥാനം ഒറ്റ കാര്യമാണ്, വിഷ്വലൈസേഷൻ. നിങ്ങളത് കാണുന്നു, അനുഭവിക്കുന്നു, നിങ്ങളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. ഇത്രയേ ഉള്ളൂ. വിഷ്വലൈസേഷന്റെ കൃത്യമായ ഉപയോഗം ശീലിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് കാണാൻ പറ്റുന്നു നിങ്ങളുടെ സക്സസ്? അല്ലെങ്കിൽ ഇപ്പൊ ഒരാളോട് പൺമുട്ടി ചെയ്ത് സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാവിയെ അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ 5 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുന്നു? എത്ര പേർക്ക് പിക്ചറായിട്ട് കാണാൻ പറ്റുന്നു? അവിടെയാണ് വിജയം. അത് കാണാൻ പറ്റുന്ന ഇരിക്കണം. അവിടെയാണ് ഇതിന്റെ പ്രധാനമായി ഘടകം ഇരിക്കുന്നത്. അത് കണ്ടിരിക്കണം, കൃത്യമായി മനസ്സിലായി. എനിക്കിപ്പോ 10 വർഷം ശേഷം എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് വീട്ടിലിരിക്കുന്നു, അവിടെ ഞാൻ എന്തൊക്കെ ടേബിളും ചെയറും ഏതുണ്ട് എന്നടക്കം ചോദിച്ചാൽ എന്റെ മനസ്സിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്. ഞാൻ പോയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം, ഈ ചെയറാണ് എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലിരിക്കുമ്പോൾ ആവശ്യമുള്ള, ഓഫീസിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ചെയർ ഇന്നതാണെന്ന് എന്റെ മനസ്സിൽ കൃത്യമായുണ്ട്. എന്റെ ടേബിൾ എങ്ങനെയായിരിക്കണം, എന്റെ കമ്പ്യൂട്ടർ എങ്ങനെയായിരിക്കണം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം, ഏതൊക്കെ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുക്കണം, എത്ര പേരെ പേഴ്സണലായിട്ട് ഒരു ദിവസം ഞാൻ കാണുമെന്നടക്കം ഞാൻ പറയും. വിഷ്വലൈസേഷൻ പവർ. അത് പിന്നെ ഒന്നും ചെയ്യണം, അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, സാധ്യതകൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പണമായി മാറുന്ന അവസ്ഥയാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തായി മാറുന്നു. 5ാമത്തെ ദിവസം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് ഗോൾ സെറ്റ് ചെയ്യുക, ലക്ഷ്യം നിർണയിക്കുക. എനിക്ക് വേണ്ടത് 10 വർഷം കഴിഞ്ഞ് ഇത്ര രൂപയാണ്, ഇന്ന സാധനങ്ങളാണ്, ഇന്നതാണ് എന്റെ ജോലി, ഇന്നതാണ് എന്റെ വിദ്യാഭ്യാസം, ഇന്നതാണ് എന്റെ കൃത്യമായ ആവശ്യമെന്ന് തയ്യാറാക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വീണ്ടും വീണ്ടും അല്ലേ? അല്ല, ഇതാണ് ഇതിന്റെ പ്രധാന ഘടകം. ഇതില്ലാതെ നിങ്ങൾ ഇനി തലകുത്തി മറിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, സാധിക്കില്ല. ഇതില്ലാത്തതാണ് 90% മലയാളികളുടെയും പരാജയത്തിന്റെ വിഷയം. 90% പീപ്പിൾ ആർ ഫെയിൽ ഇൻ ദിസ്. ഇപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആരും ചെയ്യാൻ തയ്യാറാവില്ല. 2020 മെഡിറ്റേഷന്റെ വിജയം അത് തന്നെയാണ്. ആദ്യം ഇരുത്തി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വരും. എഴുതി തയ്യാറാക്കി കൃത്യമായി പാകപ്പെടുത്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ, സാറേ ഞാൻ എഴുതിയത് ഇന്നും ഒരാൾ പറഞ്ഞു, സാറേ മിനിയാത്ത മെഡിറ്റേഷൻ, സാറേ എഴുതുമ്പോൾ ഒരിക്കലും വിശ്വസിച്ചിട്ട് അത് കിട്ടുമെന്ന്, ഇന്നത് എന്റെ വീടിന്റെ അടുത്ത് സംഭവിച്ചപ്പോഴും ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട്, നാളെ നിങ്ങൾക്കത് റീൽസ് ആയിട്ട് കാണാം. ഒരാൾ പറഞ്ഞു, എനിക്ക് ആളെ പേര് ഓർമ്മയില്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അന്ന് തന്നെ രാത്രി മകന് പ്രൊമോഷൻ കിട്ടിയ ആളുണ്ട് അല്ലെ, പ്രൊമോഷൻ കിട്ടുമെന്ന് വിശ്വസിച്ചു. പക്ഷെ എപ്പോഴില്ല, മെഡിറ്റേഷൻ കഴിഞ്ഞു, മോന്റെ പ്രൊമോഷന്റെ കാര്യം എഴുതി, രാത്രി മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ രാവിലെ വിളിച്ച് മകൻ പറയുന്നു, അമ്മയെ പ്രൊമോഷൻ പേപ്പർ കിട്ടി എനിക്കുന്നു അല്ലെ. ഇത് അനുഭവം കൂടെ ഉള്ളതാണ്. അത്രയും പവർഫുൾ ആണെന്നേ. ഇതൊക്കെ സയന്റിഫിക് ആണ്. ഇതൊന്നും നിങ്ങൾ മറ്റൊന്നും അനാചാരം അന്ധവിശ്വാസം ഒന്നുമല്ല, സയന്റിഫിക്കാ. ഇറ്റ് വിൽ വർക്ക്, ഇറ്റ് വിൽ ഓൺലി വർക്ക് ഇൻ ദിസ് വേൾഡ്. അത്രയും പവർഫുൾ ആണ്. പക്ഷെ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. എന്താണെന്നറിയോ? തലകിന്റെ കുറച്ച് വർക്കുണ്ട്. ഇതുകൊണ്ട് പലരും അതിനോട് പുറകിലോട്ട് നിൽക്കും. അതുകൊണ്ട് ചെയ്യുക. യെസ്, വെരി ഗുഡ്. ജൂൺ മാസത്തിൽ 10% പ്ലോട്ട്. ഓക്കെ, റൈറ്റ്, താങ്ക് യു. അപ്പോൾ ഇത് വളരെ, എന്നിട്ട് അതിന്റെ പ്രവർത്തന പദ്ധതികളും തയ്യാറാക്കും. മറ്റൊന്ന്, നന്ദി. പലവട്ടം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ക്ലാസ് കഴിയുമ്പോഴും നന്ദി പറഞ്ഞ് തന്നെ മാത്രമേ പോകുന്നുള്ളൂ. ഓരോ നിമിഷവും നിങ്ങൾ നന്ദി പറയുന്നുണ്ട്.
എന്നോട് മാത്രമല്ല, നിങ്ങൾ നിങ്ങളോട് നന്ദി പറയാം. നന്ദി പറയുന്നത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധവും നിങ്ങൾക്ക് വേറെ ഇല്ല. നിങ്ങൾ ഒരാൾ തല്ലാൻ വരുന്നോ, എന്ത് കേൾക്കും നിങ്ങൾ? എന്നാ നീ എന്നെ തല്ലടാന്ന് പറഞ്ഞ് പിടിച്ചിരുന്നു. താങ്ക് യു കേട്ടോ, തല്ലാൻ വന്നതല്ലേ, സന്തോഷത്തോടെ നന്ദി കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ തല്ലുവോ? തല്ലില്ലേ? പിന്നെ മനുഷ്യനാണെങ്കിൽ തല്ലൂല അല്ലേ? മനുഷ്യൻ അല്ലെങ്കിൽ തല്ലും. അപ്പൊ മനുഷ്യന്റെ അടി കൊള്ളുന്നത് മാത്രമല്ലേ വിഷമമുള്ളൂ. ഒരു കാണ്ടാമൃഗം ആക്രമിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ ഓടി ഒളിക്കാൻ നിൽക്കും. മനുഷ്യൻ തല്ലാൻ വരുമ്പോഴല്ലേ നിങ്ങൾ മസിൽ പിടിച്ച് തിരിച്ചു നിൽക്കുള്ളൂ. കാണ്ടാമൃഗമാണ് ഓടില്ലേ? പിന്നെ കാണ്ടാമൃഗത്തോട് നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് നിങ്ങൾ ഓടും. മനുഷ്യനാണോ നന്ദി പറയാം? വളരെ ലളിതമാണ്. ഒരാൾ നിങ്ങൾ പറ്റിച്ചോ? പറ്റിച്ചു, ശരിയാണ്, ശരി, സംഭവിച്ചു. അയാളല്ല പറ്റിച്ചത്, പറ്റിക്കാൻ നമ്മൾ നിന്നു കൊടുത്തതാ. അപ്പൊ ആരോട് നന്ദി പറയണം? അവനോട് നന്ദി പറയണം. എന്തിനാണെന്നറിയോ? എന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചല്ലോ, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചല്ലോ, താങ്ക് യു എടാ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ മാറുന്ന കാണാം. മനസ്സിലാക്കണം. സാർ 2 ദിവസം മുമ്പ് പറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. ഞാൻ മറ്റൊരു കാര്യം പെട്ടെന്ന് ഓർത്തുപോയത്, ഇന്നൊരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാനത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാൻ ഇവിടെ അല്ല, ചിലപ്പോൾ ഞാൻ റീൽസ് ഒക്കെ ആയിട്ട് പറയണമെന്ന് കരുതിയാണ് ലൈവൊക്കെ വന്ന് പറയുന്നത്. ഇന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, വളരെ സാമ്പത്തിക അവസ്ഥയിലാണ്, വിത്ത് റെസ്പെക്ട് ടു പെങ്ങളുടെ പേര് ഞാൻ പറയണില്ല, പെങ്ങളോടുള്ള വിത്ത് റെസ്പെക്ട്, വളരെയധികം സാമ്പത്തിക അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടെലിഗ്രാമിൽ മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലത്ത് വിളിക്കും, നിങ്ങൾക്ക് വരും 1 മില്യൺ ലോട്ടറി അടിച്ചിട്ടുണ്ട്. സ്വാഭാവികം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ ഒരു മെസ്സേജ് ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ എന്ത് ചെയ്യും? അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമോ, അല്ല അവിടെ ക്ലോസ് ചെയ്യുമോ? ഇത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഹാപ്പി ആൻഡ് ഗുഡ്, ഹാപ്പി ടു ഗോഡ്, ആ സന്തോഷത്തോട് സ്വീകരിക്കും ഇങ്ങനൊരു മെസ്സേജ് വന്നാൽ. ശ്രദ്ധിക്കണം, ഇത് എല്ലാവർക്കും ഉള്ള ബോധവൽക്കരണമാണ് നടത്തുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മിനിയാന്ന് ഒരാൾ എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സാറെ മെഡിറ്റേഷൻ ചെയ്തു, പണം ബാങ്കിലേക്ക് വരുന്നത് വിഷ്വലൈസ് ചെയ്തു, പണം ബാങ്കിലേക്ക് വന്നു, തൊട്ട നിമിഷത്തിൽ ഒരു കോളും വന്നു, അവരെന്നോട് OTP ചോദിച്ചു, ഞാൻ കൊടുത്തു, പൈസ മുഴുവൻ പോയി. ഞെട്ടിപ്പോയി ഞാൻ. പാവപ്പെട്ടൊരു അമ്മയാ പറഞ്ഞത്. ഒരു കോള് വന്ന് OTP കൊടുക്കാൻ പാടില്ല എന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് വിഷയം? നോക്കൂ, എന്നെ ആകെ ചിന്തിപ്പിച്ചത്, മെഡിറ്റേറ്റ് ചെയ്തു, നമുക്ക് ഇത്രയും പവർഫുൾ ഉണ്ടാക്കി, പണം വരേണ്ട സ്ഥലത്ത് നിന്നായിരിക്കും വന്നിട്ടാവുക. അത് വന്നു, പക്ഷെ അതിവിടെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല, എനർജി ഇല്ല എൻ്റെ. ആ പണത്തെ നിർത്താനുള്ള എനർജി ഇല്ല. എത്ര തവണ ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞതായി സാധനം, നിങ്ങൾക്ക് പണം വന്നിട്ട് കാര്യമില്ല, ഇത് നിർത്താനുള്ള എനർജി ഇവിടെ വേണം. അതാണ് ഈ പറഞ്ഞ സാധനം, ബിലീവ് സിസ്റ്റം. ഈ പൈസ വന്നു കഴിഞ്ഞാലും ഇത് എന്റെ പൈസയാണ്, ഒരാൾ OTP ചോദിക്കുമ്പോൾ കൊടുക്കാൻ പാടില്ലെന്നുള്ള ബോധമാകുന്ന എനർജി എന്നിൽ ഇല്ല. വരും, മിറാക്കിളുകൾ സംഭവിക്കുക തന്നെ ചെയ്യും, പക്ഷെ ആ മിറാക്കിളുകൾ പിടിച്ചു നിർത്താനുള്ള കഴിവ് വേണം. അവിടെയാണ് എനർജിയെ പറ്റി പറയുന്നത്. പണം ഒരു എനർജിയാണ്, അത് നിൽക്കില്ല. ചിലപ്പോ നിങ്ങളെ ദൈവം ഇതാ പിടിച്ചോ എന്ന് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ പെട്ടുപോയാൽ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞു, ഈ ടെലിഗ്രാം മെസ്സേജ് വന്നപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ ഇവിടുന്ന് എത്ര പേരാണ് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതെന്നറിയോ? അതിന്റെ വിശ്വാസ്യതയെ ആദ്യം ചെക്ക് ചെയ്യുന്നു പറഞ്ഞ ആൾക്കാരോട് വിശ്വാസപൂർണമായി തന്നെ അവർ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് 100% വിശ്വാസം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എടുക്കാത്തൊരു ലോട്ടറി നിങ്ങൾക്ക് അടിക്കുമോ? ഇത് മാത്രം ചിന്തിച്ചാൽ മതി. വെറുതെ പോകുന്ന വഴി പോകുന്നവർ ഇന്നേ വരെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ബാക്കി എല്ലാം വിട്ടുകളാ നിങ്ങൾ. ഓക്കെ, ലോട്ടറി അടിച്ചു, ഇത് എപ്പോഴും ഞാൻ എടുത്തേ? ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ ഇല്ല, ഇങ്ങനെ വരില്ല ഈ സാധനം. വെറുതെ കിട്ടില്ല പണം എന്ന് മനസ്സിലാക്കുന്നിടത്ത്
നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആ പെങ്ങൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞത് ഫേക്ക് ആണ്, നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്ത് ലീവ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോ എന്നോട് ചോദിച്ചു, സാറേ എന്താ എനിക്ക് കാശുണ്ടാക്കാൻ വേറെ വഴി പറഞ്ഞു. അവർ നിഷ്കളങ്കമായി ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ വിഷയം അതാണ്, അവർ നിഷ്കളങ്കമാണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനൊരു വഴി ഇല്ലല്ലോ ഈ ലോകത്ത്, അങ്ങനെ വഴി സാധ്യമേ അല്ല. ഇത് പറ്റിക്കൽ എത്രയും നടക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് നിങ്ങളോട് പറയാം, വേറെ എന്തുണ്ടാവും, ആട് മാഞ്ചി മറ്റൊക്കെ പോട്ടെ, അത് വേറെ രീതിയിൽ പറയാം. മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഞാൻ ഇന്ന് റിക്രൂട്ട്മെന്റ് കമ്പനിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് 3 രൂപ അല്ലെങ്കിൽ 500 രൂപ വെച്ച് 10 രൂപ വെച്ച് കിട്ടും, അങ്ങനെ നിങ്ങൾ 1000 എണ്ണം കണ്ടോളൂ, നിങ്ങൾക്ക് പൈസ ഇത്ര മെസ്സേജ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നു. ഇങ്ങനെ നടക്കുന്ന മെസ്സേജ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നല്ലതാണ്, പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവസാനം കഴിഞ്ഞ ഒരു അക്കൗണ്ട് അവരങ്ങോട്ട് എത്ര പേര് അവരങ്ങോട്ട് ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 1000 രൂപ ഇടും. അതിന്റെ പറ്റിപ്പിന്റെ സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 1000 രൂപ ഇട്ടു, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം, വെട്ടിപ്പൊളിയാണ്, നടക്കും. രണ്ടാമത്തെ ദിവസം നിങ്ങളിൽ ഒരു 5000 രൂപ ഇടും. എന്നിട്ട് പറയും, ഇതില് നിങ്ങൾക്ക് 1000 രൂപയേ ഉള്ളൂ, നിങ്ങൾ അണ്ടറിൽ 5 പേരുണ്ട്, ഒന്ന് അവരെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ഒന്ന് അയച്ചു കൊടുക്കാൻ. നിങ്ങൾ സ്വാഭാവിക അയച്ചു, സത്യസന്ധനാണ് നിങ്ങൾ കളങ്കമില്ല, നിങ്ങൾ അയച്ചു കൊടുക്കും. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ വരും. എന്നിട്ട് പറയും, ഇന്ന് അക്കൗണ്ടിലേക്ക് ഒന്ന് ഈ പൈസ അയച്ചു കൊടുക്കണേ എന്ന് വരും. നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അടുത്തിടയിൽ എന്നെ 1+1 സെഷനിൽ വന്ന ഒരു അച്ഛൻ പറഞ്ഞ കഥയാണ്. ഇതിനെ ഞെട്ടിച്ചു പോയി. കൊച്ചിക്കാരനാണ്. മകന്റെ അക്കൗണ്ടിലേക്ക് മകന്റെ ഫ്രണ്ട് പൈസ അയച്ചിരിക്കുന്നു, 5 കോടി രൂപ. അക്കൗണ്ടിൽ വന്നു, അവൻ ആ കാശ് കൊടുത്ത് അവൻ പോയി. തൊട്ടടുത്ത നിമിഷത്തിൽ അക്കൗണ്ട് ബ്ലോക്കായി. CBIയുടെ അന്വേഷണം, എന്താ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വന്നു. ടെററിസ്റ്റുകൾ ആണ് ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്. അവന്റെ ആ ചെക്കൻ ഏത് കേസിൽ പെടും? തീർന്നില്ല എവിടേക്ക് ജീവിതം. 1000, 5000, 1000 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തെ കൂടും. അടുത്തൊരു 5 ലക്ഷം 10 ലക്ഷം ഇടും. എന്നിട്ട് പറയും, ഇതൊന്ന് കാശ് എടുത്തിട്ട് ഇന്ന് ഒരാൾക്ക് കൊടുത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് കാശ് എടുക്കും, വീട്ടിൽ അവർക്ക് കൊണ്ടുപോയി വന്ന ആൾക്ക് ബൈക്കിൽ വരും, അവൻ ആ കാശ് കൊടുക്കും. നിയമവിരുദ്ധം. അഴിയെണ്ണും, പുറത്തിറങ്ങാൻ പറ്റില്ല. എത്ര പേരിങ്ങനെ ഉണ്ടെന്നറിയോ? ഇങ്ങനെയുണ്ട്. തിരിച്ചൊരു 3000 രൂപ അങ്ങോട്ട് ഇട്ടിട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇങ്ങനെയൊന്നും കാശ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ആരും അങ്ങനെ വിശ്വസിക്കരുത്. അങ്ങനെയൊന്നും കാശുണ്ടായി നിൽക്കില്ല. ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിച്വൽ മണി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്തുള്ള റിക്വസ്റ്റ് ആണ്, ഇത്തരം ട്രാപ്പുകൾ ഒന്നും പോയി വീഴരുത്. നിങ്ങൾ ലോട്ടറി എടുത്തോ, ആ പേപ്പർ, കട്ടിംഗ് പേപ്പർ ലോട്ടറി എടുത്തോ, അത് കിട്ടുന്നത് വാങ്ങിച്ചോളൂ, ദാറ്റ് സന്തോഷം. അപ്പോൾ ഞാൻ നന്ദി പറയുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഡോണ്ട് കം ബാക്ക്. ഓക്കെ, നന്ദി പറയുക ഉള്ളതിനെ പറ്റി വളരെ കൃത്യമായി അറിയിക്കുക. ഇനി പണം എന്ന് പറയുന്നത് ഊർജമാണെന്ന് പറഞ്ഞപ്പോഴും അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ, നിയന്ത്രിച്ച് കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കാത്തവർക്ക് ഇത് നിൽക്കത്തില്ല. മണി ഒരു ഫ്ലോ ആണ്, ഒരു ഒഴുകുന്ന വെള്ളം പോലെയാണ്, അല്ലെ? ലിക്വിഡ് എന്നാണ് മണിയെ പറയുന്നത്, അല്ലെ? സമ്പത്തിനെ പറയുന്നത് പോയിക്കൊണ്ടേയിരിക്കണം. ഒരു സ്വത്തും ഒരാളുടെ സ്വന്തമല്ല, മാറിക്കൊണ്ടേയിരിക്കും. അതിനെ മാറ്റത്തിന് വിധേയനാകാതെ നിന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കണമെന്നത് കൃത്യമായി അറിയാൻ സാധിച്ചില്ലെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞില്ലെങ്കിൽ, പണം എടുത്തിട്ടോ അല്ലെങ്കിൽ സ്വത്ത് വാങ്ങിച്ചിട്ടോ സ്വർണം വാങ്ങിച്ചിട്ടോ വെക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതി അറിഞ്ഞില്ലെങ്കിൽ അലമാരയിൽ മാലയുണ്ടാവും, വന്നവർ കൊണ്ടുപോകും. ഇഷ്ടംപോലെ കേസില്ലേ? ഇന്നലെ ഒരാൾ പറഞ്ഞല്ലേ, ആരെടുത്തു കൊണ്ടുപോയി ഒരു പിടിയില്ല, 10 വർഷം എന്റെ മാല ആരോ കൊണ്ടുപോയി. ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അതിന് കൃത്യമായി ഉപയോഗിച്ച് വെക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി എങ്ങനെയാണ് ഭയം, മണിയുമായി ബന്ധപ്പെട്ട ഭയം മറികടക്കുക? എന്തൊക്കെ ചെയ്താൽ നമുക്ക് അതിനകത്ത് പുറത്തു കടക്കാൻ സാധിക്കും? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭയമുണ്ട്, ഇത് എങ്ങനെ മറികടക്കാൻ പറ്റും? ഇതിന് പ്രായോഗികമായ മെത്തേഡുകൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ പഠിച്ചു വന്ന ഒരു ചെറിയ സിമ്പിളായിട്ട് മെത്തേഡ് ഉണ്ട് മണി വരാനായിട്ട്. ഇതൊക്കെ ടെക്നിക്ക് പഠിപ്പിച്ചു വരുന്നതായിട്ട് പഠിക്കുന്നതാണ്. നമ്മളെപ്പോഴും പേഴ്സിൽ ഒരു വലിയ നോട്ട് വെക്കും.
ഉപയോഗിക്കില്ല, ഒരിക്കലും ഉപയോഗിക്കില്ല. ഇപ്പൊ പിന്നെ നാട്ടിലാണെങ്കിൽ 500 രൂപ ഏറ്റവും വലുതുള്ളൂ അല്ലെ, വലിയ നോട്ടില്ല. എപ്പോഴും പണത്തിന് നോട്ട് വെക്കും. എന്താണെന്നറിയോ? എന്ത് ചെയ്യുമ്പോഴും ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഞാൻ ഇതുകൊണ്ട് രക്ഷപ്പെടും കേട്ടാ. അങ്ങനെ ഒരു ഭയം മറികടക്കുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്കുണ്ടാവും. ഞാൻ പലപ്പോഴും എവിടെയെങ്കിലും ബിസിനസ് ഡീലിനൊക്കെ പോയിട്ട് തോറ്റുപോകുമെന്ന്, അല്ലെങ്കിൽ ബിസിനസ് എപ്പോഴും സംഭവിച്ചോ, അപ്പൊ ഞാൻ എന്നെ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്. കുഴപ്പമില്ല, നമ്മളിൽ ഒരു ബാക്കപ്പ് കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫില്ല് ചെയ്ത് പൊക്കോളും. അങ്ങനെ ഒരു ബാക്കപ്പ് നമ്മൾ കണ്ടെത്തണം, ഭയം മറികടക്കാനായിട്ട്. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ 9ാമത്തെ കാര്യം, എത്ര കൊടുക്കുന്നുവോ അത്രയും ലഭിക്കും. എത്ര നമ്മൾ നൽകുന്നുവോ അത്രയും എന്നല്ല, എത്ര നൽകുന്നുവോ അതിന് തത്തുല്യമായി ലഭിക്കും എന്നുള്ളത്. എന്ത് നൽകുന്നു? വെറുതെ നൽകാനല്ല, നമ്മളുടെ മാനസിക ശാരീരിക ഊർജത്തെ ഉയർത്താൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം നൽകുന്നത്. വെറുതെ നൽകിയോണ്ട് യാതൊരു കാര്യമില്ല. ബർക്കത്ത്, യെസ്, നമ്മളുടെ ഊർജത്തെ ഉയർത്താൻ സാധിക്കുന്നതായിരിക്കണം നൽകണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ എളുപ്പത്തിൽ പറയാം, ഒരു അനാഥാലയത്തിൽ പോയി 1000 രൂപ കൊടുത്താൽ സന്തോഷം എന്ന് പറയുന്നത് അടുത്തല്ല ആ വികാരം ഇരിക്കുന്നത്. ആ 1000 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് സന്തോഷം അനുഭവിക്കുന്നു എന്നതാണ് പ്രധാനം. അവിടെയാണ് നമ്മുടെ ഊർജം ഉയരുന്നത്. അപ്പോൾ മാത്രമേ കൂടുതൽ വരികയുള്ളൂ. മാനസിക ശാരീരിക സന്തോഷം അനുഭവിക്കുന്നതാവണം കൊടുക്കുന്നത്. ഇപ്പോഴോ സാറിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഗുരുദക്ഷിണ അയക്കുന്നു, അയച്ചോടെ സന്തോഷത്തോടെ അയക്കുന്നു, അയച്ചോടനെ പറഞ്ഞു, ഈ കാശ് പോയി, ഇതിപ്പോ അയച്ചു. ഒരു മാറ്റവും നിങ്ങൾക്ക് വരില്ല. സന്തോഷത്തോട് പറയണോ, ഒരു മാറ്റവും വരില്ല. കാരണം എന്താ അറിയാം, നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന കേട്ടോ, ഞാൻ കോമൺ ആയിട്ട് പറയാണ്, അങ്ങനെ ചെയ്തവരോട് പറയാണ്, ഇത് സാറിന് ഗുണം ചെയ്യില്ല, നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതിനത് പറയുന്ന പേരുണ്ടല്ലോ, വേറെ പേരുണ്ടല്ലോ പറയുന്നതിന്, മറ്റെന്തോ ഒരു പേരും പറയുന്നത് അല്ലേ. കാരണം എന്നറിയോ, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് വെരി ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്കൊരു പാവപ്പെട്ടവന് സഹായിക്കുന്നോ, സന്തോഷത്തോട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമേ ഗുണമുള്ളൂ. അവനും ഗുണം ചെയ്യണം, നമുക്കും ഗുണം ചെയ്യണം. അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മാത്രമേ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കൊടുക്കരുത്. നിങ്ങൾ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നു, നിറഞ്ഞ മനസ്സോട് കൊടുക്കൂ, എങ്കിൽ മാത്രമേ അവന്റെ വയറ് നിറയത്തുള്ളൂ. അല്ലെങ്കിൽ അവന് അജീർണം പിടിക്കും. പേരിന് വേണ്ടി കൊടുക്കരുത്, വളരെ ശ്രദ്ധയോട് ചെയ്യണം. അപ്പോൾ ദാനം ധനദാഹമായി മാറും, അത് ധനപ്രവാഹമായി മാറും. എത്ര നൽകുന്നുവോ അതിന്റെ 10 മടങ്ങ് നമുക്ക് ലഭിക്കും. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്ത് മാത്രമേ നമുക്ക് ഗുണകരമായി മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവത്ഗീതയിൽ പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട്, അത് ഞാനതിനെ മാറ്റി എന്റേതായ, എപ്പോഴും ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അനാസീദേഹ കർമ്മഫലം കാര്യം കർമ്മ കരോതിയാഹ സന്യാസി ച യോഗിച്ചന നിരഗ്നിയ ചാക്രിയാഹ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. 6-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകമായി പറയുന്ന കാര്യം. നമ്മൾ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഭഗവാൻ പറയുന്നു, ഫലത്തെപ്പറ്റി ആകുലപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കടമ അതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു യഥാർത്ഥ സന്യാസി എങ്ങനെയായിരിക്കണമോ, ഒരു യോഗി എങ്ങനെയായിരിക്കണമോ എന്ന് വെച്ചാൽ കാഷായ വസ്ത്രം ധരിക്കുന്ന ഒരു സന്യാസി യോഗി എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമോ അതുപോലെ സ്വന്തം കടമകൾ, ഇതെല്ലാം എന്റെ കടമകളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഫലത്തെ പറ്റിയിട്ടും വ്യാകുലപ്പെടാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ കർത്തവ്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഫലം വളരെ പോസിറ്റീവായി തന്നെ നമ്മളിൽ മാറും. അതാണ് ഈ ധാനത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. സമയമായി അല്ലെ, മറ്റേ ക്ലാസ് സമയം. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ
സാമ്പത്തിക കാര്യങ്ങൾ മാറ്റപ്പെടുത്താനും അതിലൂടെ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇതെങ്ങനെയാണ് മാറുന്നത് അറിയോ? നമ്മളുടെ മുഴുനീള ജീവിതമാണ് മാറുന്നത്. വൺ ടൈം അല്ല. ഇന്നുള്ള അവസ്ഥ മാറി നാളേക്ക് പൈസ വരുന്ന അവസ്ഥയല്ല. ജീവിതം മുഴുവൻ മാറിക്കോളും. കാരണം നമ്മൾ ആ ക്യാരക്ടറായി മാറും. നമ്മൾ അങ്ങനെ ക്യാരക്ടറായി മാറുമ്പോൾ തൊട്ടടുത്ത് സംഭവിക്കുന്ന എന്താ അറിയോ? നമ്മുടെ വീട്ടിലും ഇതേ അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ മക്കളിലും ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് പണക്കാരനായ മക്കൾ പണക്കാര് തന്നെയായി മാറുന്നത്. കാരണം അവർ വീട്ടിലെ അവസ്ഥ ഇതാണ്. അവർ സമ്പത്തിനെ പറ്റി പറയുന്ന രീതികളൊക്കെ വ്യത്യാസമാണ്. നമ്മൾ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ തലമുറക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾ കോടികൾ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തുള്ള ഒരു കാര്യമില്ല. അത് ഒരു നിമിഷം മതി നശിപ്പിച്ചു പോകാനായിട്ട്. നിങ്ങൾ അവർക്ക് പ്രചോദനങ്ങൾ നൽകൂ, അല്ലെങ്കിൽ അവർക്ക് മാതൃകകളായി മാറൂ. നിങ്ങൾ അവർക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നാളെയാണ് ഈ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത്. നാളെയല്ല, ഞായറാഴ്ച ആണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. വാട്സപ്പ് ക്ലാസ്സിന് വളരെ കുറച്ച് പൈസ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഓൾറെഡി നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. അതിനോട് കൂടുതൽ പറയുന്നില്ല. ഇതിന്റെ വാട്സപ്പ് ക്ലാസ് മാത്രമേ ഇപ്പൊ തുടങ്ങുന്നുള്ളൂ. മറ്റേ ക്ലാസ് ഇനി ഒരു ദിവസം ഞാൻ അനൗൺസ് ചെയ്യാം. കാരണം കൂടുതൽ എനിക്കതിനകത്ത് കുറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഈ ക്ലാസ്സിന് താല്പര്യമുള്ള ആൾ ഇപ്പൊ തന്നെ അഡ്മിനെ ചെയ്ത് ജോയിൻ ചെയ്തോളൂ. 555 രൂപ മാത്രമേ അതിന് ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. വളരെ ഏറ്റവും കുറഞ്ഞ് ചെയ്യുന്ന, കാരണം ഒരുപാട് ആൾക്കാരിൽ ഇത് എത്തണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വെറും 555 രൂപ മാത്രമേ വരുള്ളൂ. ഇതില്ലാത്തവരായി ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത്, ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തോളൂ. കാരണം അത് വാങ്ങിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുകൊണ്ട് മാത്രമാണ് ഇത് വാങ്ങിക്കുന്നത്. നാമമാത്രമായ, അല്ലെ, ഒരു കിലോ മത്തിയുടെ പൈസ പോലും ആയിട്ടില്ല, അല്ലെ ചാളയുടെ പൈസ പോലും ആയിട്ടില്ല. അത്രയും ലളിതമായി കൊടുത്തത്. മറ്റേത് കോഴ്സിന് പോലും അല്ലെ 1000 രൂപയുടെ 1200 കോഴ്സിന് ഞാൻ എന്തുകൊണ്ട് 555 ആക്കിയെന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ്. ഇത് അത്രയും ഫണ്ടമെന്റൽ ആയിട്ട് ആൾക്കാരിൽ എത്തണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് എന്റെ ഗൂഗിൾ പേ ഫോൺ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പേ ചെയ്തവർക്ക് ഇവിടെ തന്നെ കേൾക്കാം. അവർക്കൊരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻ ഇപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് പോകാം. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ അയച്ചോളൂ. നമ്പർ അറിയാലോ, 7511079924. ഫോൺ എടുത്തോളൂ, അയച്ചോളൂ. നോക്കട്ടെ എത്ര പേരുണ്ട്. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ എനിക്കിത് അറിയണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം ഇപ്പൊ തന്നെ പേ ചെയ്യാം. ഓൺ ദ സ്പോട്ട് പേ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കുള്ള സമ്മാനം കൂടി, അല്ലെ, സമ്മാനം എന്ന് പറഞ്ഞാൽ എന്റെ 2 വാക്കായിരിക്കട്ടെ. ഞാൻ അതിനപ്പുറത്തെ സമ്മാനം എന്റെ ഇല്ല കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ സമ്മാനം നൽകാൻ പറ്റുന്നത് എന്നിൽ നിന്നുള്ള 2 വാക്കുകളായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ആരും വന്നില്ല, ഒരൊറ്റ ഗൂഗിൾ പേ പോലും വന്നില്ല ഇതുവരെ. വരട്ടെ. ഓക്കെ, ഇനിയിപ്പോ നേരത്തെ ആൻസറും കൂടി പറയണം, അല്ലെ? നേരത്തെ എത്ര എസ് കിട്ടി, എത്ര നോ കിട്ടി എന്ന് ചോദിക്കാം. 10 മെസ്സായ ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 10 മെസ്സായ ആൾക്കാർ പറയും. ഒന്നാമത്തെ ചോദ്യത്തിന് യെസ് വന്നു. ഗൂഗിൾ പേ വരട്ടെ, ടക് ടക് വരട്ടെ. 555 ഉള്ളൂ. വളരെ ലളിതമായ ഗൂഗിൾ പേ ആണ്. 2 വരട്ടെ. കുറക്കരുത്, ആരും കുറക്കരുത്. ഞാൻ ഓരോ ആളെ പേരിപ്പ് ഇത് കഴിയുമ്പോൾ വായിക്കും. എന്നിട്ട് മതി. മറ്റേ നമ്മുടെ ബിസിനസ് ക്ലാസ് ഉണ്ട്, അവരോട് വെയിറ്റ് ചെയ്യും. ഇവിടെ കാശാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് പിന്നെ നടക്കാം. ഓക്കെ. 3. സാർ, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഡേയ്സ് ആയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടില്ലല്ലോ. അത് നിങ്ങൾ ഇതിലല്ലേ, ആപ്പിലല്ലേ? ആപ്പിലെ ക്ലാസ് അല്ലേ അത്? വേറെ ഇത് വേറെ. ഇത് ഇവിടെ ഉണ്ടാവുമല്ലോ. യെസ്, നേരത്തെ അയച്ചവർ വേണ്ട. നേരത്തെ അയച്ച നിഖിലയുടെ കാര്യം കുറച്ച് സംസാരിക്കാനുണ്ട് കേട്ടോ. യെസ്, ഗൂഗിൾ പേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ പേ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പോരാ, നിങ്ങൾ അത്രയും ഉഷാറില്ല കേട്ടോ. ആൾക്കാർ കുറച്ചും കൂടി ഉഷാറാണ്. ഓക്കെ. യെസ്, കുംഭമേളക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ 1-2 ആൾക്കാർ കുംഭമേളക്ക് പോകുന്നുണ്ട്. അല്ല, കുംഭമേളക്ക് പോയെന്നുള്ളൂ. കുംഭമേളക്ക് കഴിയുമ്പോഴേക്ക് കാശ് ഇങ്ങനെ വരട്ടെ സുധാകരി മാമ. ആ ക്ലാസ് ഇവിടെ ഉണ്ടാവുമല്ലോ, അത് ഇവിടെ പോവില്ലല്ലോ. യെസ്, GPay നമ്പർ വേണോ ഗിരിജ ഷാജി? എന്റെ GPay നമ്പർ ഇല്ലാത്ത ആളാണോ നിങ്ങൾ? എന്താ പറയാ, 751110 അഡ്മിൻസ് GPay നമ്പർ കൊടുക്കും. അഡ്മിൻ 75 ബിന്ദു കിട്ടി. വെരി ഗുഡ്. നമുക്ക് വന്ന് കുറെ ആളുടെ പേര് ബിന്ദു കണ്ണൂര് വന്നു. ശോഭന വന്നു. വെരി ഗുഡ്. നേരത്തെ നോക്കട്ടെ, ശോഭന ബി, ബിന്ദു, അനന്തവല്ലി നേരത്തെ വന്നു അല്ലെ? എവിടെ ഇപ്പോ ഫുള്ള് യെസ്.
പ്രേമേന്ദ്രൻ സാറ്, അതുപോലെ തന്നെ രാധാമോഹൻ, സിനി ചന്ദ്രിക, യെസ്. പിന്നെ മറ്റേ കണ്ണൂർ പ്രസന്ന, വീണ ശ്രീ, മറ്റേ ആ മറ്റേ ശ്രീലേഖ മോഹൻ, യെസ്, വെരി ഗുഡ്. സുഷമാജി, വെരി ഗുഡ്. സന്ധ്യ, ഓക്കെ. ലതിക, നോ റിമാർക്സ്. ജിപേ അയക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറയണോ? ജിപേ അയക്കാനോ? നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജിപേ പൈസ അയക്കാൻ പറഞ്ഞത്. കാശിനെ പറ്റി പഠിക്കാൻ വേണ്ടി കാശ് അയക്കാൻ പറഞ്ഞു, അല്ലേ? ഇങ്ങനെ കുറെ നമ്പറുകൾ സാർ ഇവിടെ വന്ന് ഇറക്കി കളി. എന്ത് ചെയ്യാലോ? മനസ്സിലാക്കാൻ വേണ്ടി, മനസ്സിലാക്കണമെന്നത് കൊണ്ടാട്ടോ, വേറൊന്നും കൊണ്ടല്ല, മനസ്സിലാക്കുന്നതുകൊണ്ട്. താങ്ക് യു. അപ്പോ നമുക്ക് ആൻസറും കൂടി പറയാം. അതിന്റെ ഇടയിൽ അയക്കുന്നവർ അയച്ചോളൂ. ആലീസ് പിന്നെ അയച്ചാൽ മതി. ആലീസിന് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഒന്നാമത്തെ ആൻസർ നമുക്ക് ധനസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പരാജയത്തിന്റെ ഭയം നിങ്ങളെ തടയുന്നുണ്ടോ എന്നുള്ളതാണ്. യെസ് പറഞ്ഞവർ എത്ര പേരുണ്ട്? നാളെ അയച്ചാലും മതി. നേരത്തെ അയച്ചവരുടെ പേരൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വെരി ഗുഡ്. വിമല വന്നു. ഓക്കെ, വെരി. ക്ലാസ് ഇപ്പോൾ അയച്ചാൽ ക്ലാസ്സിൽ കയറി, അത് വാട്സപ്പ് ക്ലാസ് ആണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നോളൂ, ഇതൊക്കെ വന്നോളൂ. സ്ക്രീൻഷോട്ട് ഇടാൻ മറക്കല്ലേ പൈസ അയച്ചവര്, അല്ലെങ്കിൽ അവർ ചേർക്കില്ല നിങ്ങളെ. ഞാനിവിടെ പേര് വായിക്കുന്നുണ്ട്, കാര്യമില്ല. സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത് കേട്ടോ. യെസ്, അലീസ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. നമ്മൾ എന്താ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, ധനലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പരാജയ ഭയം നിങ്ങളെ തടയുന്നുണ്ടോ എന്ന് യെസ് എന്ന് പറയുന്നവർ മനസ്സിലാക്കുക. ഒരിക്കലും പേടിക്കരുത്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കഥ ഓർക്കണം. എല്ലാത്തിടത്തും പോയി ചാടരുത്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഭയം ഉണ്ടാവേണ്ടതല്ല, ബോധമുണ്ടാവണം. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കണം. പ്രമീള രാമചന്ദ്രൻ, ഓക്കെ, താങ്ക് യു, അയച്ചിട്ടുണ്ടാവും. യെസ്. രണ്ടാമത്തെ ചോദ്യം എല്ലാത്തിനും യെസ് അല്ലെ? നോ 8 ഇങ്ങനെ പറഞ്ഞു. നോ 8, നോ 2 എസ്. വെരി ഗുഡ്. വിജയലക്ഷ്മി, നല്ല കാര്യം. ഓക്കെ, ശാന്തകുമാരി അയച്ചു. 9 നോ, 1 എസ്. സ്മിത, വാട്ട് ഈസ് ദിസ്? വെരി ഗുഡ്. ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ വരുന്നവർക്ക് ഇതിന് കൃത്യമായ ആൻസർ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ അവിടെ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ പോലെ എഴുതിത്തരാം. അത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഡിഫറൻസ് എന്താണ്. ക്ലാസ്സിൽ വന്നവർക്ക് മാത്രം പോരെ, അതല്ലേ ശരി, അല്ലേ? ബാക്കി പറഞ്ഞുതരാം കേട്ടോ, കുഴപ്പമില്ല. ഇന്നിപ്പോ നമുക്ക് ക്ലാസ്സിൽ മറ്റു ക്ലാസ് എടുക്കാനുണ്ട്, അവരും കൂടി വരണ്ടേ, അല്ലെ? ഓക്കെ, അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഒരു കാര്യം കൂടി ചോദിക്കാം. ഒരു ഫീഡ്ബാക്ക് നിങ്ങളോട് ഇവിടെ പറയണ്ട, നിങ്ങൾ യൂട്യൂബിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ആ യൂട്യൂബിലും ഈ ഫേസ്ബുക്കിന്റെയും വീഡിയോന് താഴെ പോയിട്ടൊന്ന് കമന്റ് ചെയ്തേക്ക്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നതാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി എന്ന് നിങ്ങൾ എപ്പോഴാണോ സ്ഥിരീകരണങ്ങൾ നൽകുന്നത്, അതാണ് അഫർമേഷൻ എന്ന് പറയുന്ന സാധനം. എനിക്ക് മാറ്റം ഉണ്ടാകുന്നു എന്ന് ഞാൻ എപ്പോൾ സ്ഥിരീകരണങ്ങൾ നടത്തുന്നുവോ അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. വെറുതെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ സ്ഥിരീകരണം പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് യൂട്യൂബിന്റെ വീഡിയോ താഴെ പോയി പറഞ്ഞോളൂ, നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അത് മറ്റുള്ളവർക്ക് കൂടി നമുക്കുണ്ടായി. ഞാൻ മാറിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മാറുന്നു എങ്കിൽ സ്വാഭാവികമായി അടുത്ത ആൾക്കും അത് മാറാൻ പ്രചോദനം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മാറ്റപ്പെടുത്തുക. ഇത് കമ്മിറ്റഡ് ടു ദ സൊസൈറ്റിയാണ്. നിങ്ങൾ കുറെ പേര് 100-300 ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ യൂട്യൂബ് കാണുമ്പോൾ അവർക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയുമുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ പിറകിൽ. അവർക്ക് മാറ്റം ഉണ്ടാവട്ടെ, അതിന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പറയുക, അവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് എനിക്ക് അയച്ചു തരിക. ഞാൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നിടത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കും ഗുണപരമായും അത് കേൾക്കുമ്പോൾ ആരുടെയൊക്കെ രക്തത്തിനകത്ത് ഒരു ചേതന വരുന്നെങ്കിൽ അത് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ദാനമായിരിക്കും എന്ന് അറിയുക. ആ ദാനം നൽകാൻ ആരും മടി കാണിക്കരുത്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥമായ സ്നേഹത്തിന് എപ്പോഴും എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഓരോ ആൾക്കും കൃത്യമായ സ്ഥാനമുണ്ട്. ഒരാളോടും അല്ലെ എല്ലാവരും സമഭാവനയോട് ഇന്നലെ പറഞ്ഞതേ കാര്യം.
എല്ലാവരോടും സമഭാവനയോടും സന്തോഷത്തോടും എപ്പോ നിങ്ങൾ എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് മാത്രമാണ് പ്രാർത്ഥന എന്നും ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നിങ്ങളും കൂടി നിൽക്കുക, മാറ്റത്തിന് തയ്യാറാവുക. ചെറിയ ചെറിയ എല്ലാവർക്കെല്ലാം പറ്റില്ല, കാരണം ഓരോ ആൾക്കാരുടെയും ബ്രെയിൻ ഓരോ രീതിയിലാണുള്ളത്. അപ്പൊ എല്ലാം പറ്റില്ല, പതുക്കെ പതുക്കെ മാറ്റം ഉണ്ടാകും. പക്ഷെ പെർമനന്റ് ആയിട്ട് നിൽക്കുക, മാറ്റമുണ്ടാക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഫീഡ്ബാക്കുകൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം, കാരണം ഇന്ന് സമയമില്ല. നാളെ ശനിയാഴ്ച നിങ്ങൾ തയ്യാറായിക്കോളൂ. നമുക്കൊരു സെഷൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞു, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ആ ഗ്രൂപ്പിൽ അങ്ങ് പറഞ്ഞോളൂ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. നമുക്ക് എല്ലാം ഓപ്പൺ ആണല്ലോ, ഇവിടെ ആരും ഇതില്ല. ഇപ്പൊ നാളെ ഫേസ്ബുക്ക് ലൈവ് അല്ലെ, നാളെ എല്ലാവരും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തവരെല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിക്കോളൂ. നാളെ നമുക്ക് ഫേസ്ബുക്ക് ലൈവാണ്, മറ്റന്നാള് നമുക്ക് യൂട്യൂബ് ലൈവാണ്. ഇതൊക്കെ